1 മുതൽ 5 വരെ നീണ്ടു നിൽക്കുന്ന കൊയർ കേരള 2015 എന്ന ലോകോത്തര നിലവാരമുള്ള കയർ പ്രദർശനം. ഇതിന് തിരശീല ഉയരുവാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ബഹുമാനപ്പെട്ട റവന്യൂ കയർ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സമാരാധ്യനായ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർകൾ കൊയർ കേരള 2015 ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം. Choir Kerala 2015 is an international platform to showcase our best products to the world. It will be a forum for Bayasala meet and national and international seminars as well. To add color and festivity to this event, we have organized beautiful cultural programs in the evenings. The formal inauguration of this mega event will commence within a few minutes. Honorable Chief Minister of Kerala, Ummanchandi, will be inaugurating Choir Kerala 2015. The program will be presided over by Honorable Revenue and Choir Minister Sri Adur Prakash. ഇനി വരുന്ന 5 ദിനങ്ങൾ കയർ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അധികരിച്ചുള്ള ശില്പശാലകളും വൈവിധ്യങ്ങളാർന്ന കലാപരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കലാസന്ധ്യകളും ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ കലാസന്ധ്യയിൽ പ്രശസ്ത ചലച്ചിത്ര താരം ഹരിശ്രീ അശോകനും സംഘവും അവതരിപ്പിക്കുന്ന ഹാസ്യവും സംഗീതവും നൃത്തവും എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള മെഗാ ഷോ.
ശ്രദ്ധിക്കുക, നാളത്തെ കലാസന്ധ്യയിൽ കയർ തൊഴിലാളികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, ഒപ്പന, നാടൻപാട്ട്, നാടോടി നൃത്തം ഫെബ്രുവരി 3 പ്രശസ്ത ചലച്ചിത്ര താരം രമ്യ നമ്പീശനും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തവിരുന്ന്. അതിനെ തുടർന്ന് രോഹിത് വാസുദേവനും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഫെബ്രുവരി 4 IPTA നാട്ടരങ്ങ് അവതരിപ്പിക്കുന്ന നാടൻപാട്ട് മെഗാ ഷോ. തുടർന്ന് രാത്രി 9 മണിക്ക് കാഞ്ഞങ്ങാട് കലാസാഗർ അവതരിപ്പിക്കുന്ന അറബിക് നൃത്തം. मुझको बाहों में तुम घेरो, समझी ना सेñorita, चाहत के दो पल भी मिल पाए, दुनिया में ये भी कम है क्या, दो पल को तो आओ खो जाए, भूले हम होता हम है क्या, señorita, सुनो सुनो señorita, कहते हैं हम क्या. Jamás podré interpretar el sentido de las palabras que me dedicas, pero el calor de tu mirar
കയറിന്റെ ഈറ്റിലമായ ആലപ്പുഴയിൽ വെച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ നടത്തുന്ന കൊയർ കേരള 2000 ഔപചാരികമായ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കുന്നതാണ്. അന്താരാഷ്ട്ര വിപണിയിൽ കേരള കയറിന്റെ മേന്മയും സവിശേഷതയും ഉയർത്തിക്കാട്ടി ഈ പരമ്പരാഗത വ്യവസായത്തിലേക്ക് വിദേശ ആഭ്യന്തര വ്യവസായ സമൂഹത്തെ ആകർഷിക്കുക എന്നതാണ് മേളയുടെ ലക്ഷ്യം. മേളയോടനുബന്ധിച്ച് നടത്തുന്ന കലാസന്ധ്യകളിൽ ഇന്ന് പ്രശസ്ത ചലച്ചിത്ര നടൻ ഹരിശ്രീ അശോകനും സംഘവും അവതരിപ്പിക്കുന്ന കോമഡി സിനിമാറ്റിക്കൽ മ്യൂസിക്കൽ മെഗാ ഷോ. ഫെബ്രുവരി 2 നാളെ കണ്ണൂർ മേഖലയിൽ നിന്നുള്ള കയർ തൊഴിലാളികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, ഒപ്പന, നാടൻപാട്ട്, നാടോടി നൃത്തം. ഫെബ്രുവരി 3 പ്രശസ്ത ചലച്ചിത്ര നടി രമ്യ നമ്പീശനും സംഘവും അവതരിപ്പിക്കുന്ന ഡാൻസ് പ്രോഗ്രാം. തുടർന്ന് രോഹിത് വാസുദേവനും സംഘവും അവതരിപ്പിക്കുന്ന വോക്കൽ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്. ഫെബ്രുവരി 4 നാടൻപാട്ട് മെഗാ ഷോ ഇപ്റ്റ നാട്ടരങ്ങ് അവതരിപ്പിക്കുന്നു. ഇതേ തുടർന്ന് കാഞ്ഞങ്ങാട് കലാസാഗർ അവതരിപ്പിക്കുന്ന അറബിക് ഡാൻസ്. ഫെബ്രുവരി 5 പ്രശസ്ത പിന്നണി ഗായിക റിമി ടോമിയും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേള. കയർ കേരളയോടനുബന്ധിച്ച് പ്രശസ്ത ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും ചേർന്നൊരുക്കിയ സുവർണനാരിൻ മധുരഗീതങ്ങൾ എന്ന സിഡിയുടെ പ്രകാശനവും സാംസ്കാരിക സമ്മേളനവും ഗാനസന്ധ്യയും ഫെബ്രുവരി 4 ബുധനാഴ്ച 5 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. Alappuzha, known popularly as the Venice of the East, is going to host the 5th International Expo on Coir and Allied Natural Fiber Products, the biggest event of its kind in Asia, from 1st to 5th February 2015. The event will showcase Coir and Allied Natural Fiber Products from all over India. There will be an international and national conference on Coir coinciding with this fair, along with cultural program to add color and festivity. Coir Kerala 2015 is organized by the Department of Coir Development, Government of Kerala, in association with the Ministry of Industries and Commerce, Government of India. പ്രിയമുള്ളവരെ, നമ്മുടെ വിശിഷ്ടാതിഥികൾ എല്ലാവരും തന്നെ ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടകനായ സംസ്ഥാന മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹം ആലപ്പുഴയിലെത്തി നമ്മുടെ ദേശീയ ഗെയിംസ് നടക്കുന്ന പവലിയൻ സന്ദർശിക്കുവാൻ അവിടേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ അദ്ദേഹം ഇവിടെ വേദിയിൽ എത്തിച്ചേരുന്നതാണ്. നമ്മുടെ ഘോഷയാത്ര, വർണ്ണാഭമായ ഘോഷയാത്ര ഇനിയും അവസാനിച്ചിട്ടില്ല. ഘോഷയാത്ര അവസാനിക്കുന്ന മുറയ്ക്ക് വിശിഷ്ട അതിഥികൾ എല്ലാവരും തന്നെ വേദിയിൽ എത്തിച്ചേരുന്നതാണ്. പ്രകടനത്തിൽ ഘോഷയാത്രയിൽ പങ്കെടുത്ത് ഇവിടെ എത്തിച്ചേർന്ന
മുഴുവൻ സുഹൃത്തുക്കളും പവലിയനുള്ളിലേക്ക് കടന്ന് സീറ്റുകളിൽ ഇരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാനായ ഉദ്ഘാടകൻ മുഖ്യമന്ത്രി പവലിയനിൽ ഇതായി പ്രവേശിക്കുവാൻ പോവുകയാണ്. അദ്ദേഹം നമ്മുടെ ഗ്രൗണ്ടിലെത്തി പ്രധാന ചടങ്ങ് നിർവഹിക്കുവാൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഈ ഉദ്ഘാടന വേദിയിൽ എത്തിച്ചേരും. എല്ലാവരും ഈ പവലിയനകത്തേക്ക് കടന്ന് സീറ്റുകളിൽ ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം ഇന്റർനാഷണൽ പവലിയനിൽ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇവിടെ വേദിയിൽ ഹാജരാകുന്നതാണ്. വെള്ളം കിട്ടിയ
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദേശീയ ഗെയിംസ് നടക്കുന്ന വേദി സന്ദർശിച്ചത് ശേഷം ഉടൻ തന്നെ നമ്മുടെ ഈ കൊയർ കേരള 2015 വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. നിമിഷങ്ങൾക്കകം കൊയർ കേരള 2015 തിരശ്ശീല ഉയരുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. ഉദ്ഘാടന ചടങ്ങ് ഇതാ ആരംഭിക്കുകയായി. വിശിഷ്ട അതിഥികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളിൽ അവർക്ക് ഇരിക്കുവാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുക്കണം എന്ന് വിനീതമായി അറിയിക്കുകയാണ്. വിശിഷ്ടാതിഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും അവർക്കായി പ്രത്യേകം തിരിച്ചിട്ടുള്ള സീറ്റുകളിൽ അവർക്ക് ഇരിക്കുവാനുള്ള സൗകര്യം കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യായ നമ്മുടെ മുഖ്യമന്ത്രി ഇതാ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ആദരിച്ച് സ്വീകരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. പ്രിയങ്കരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി കയർ കേരള 2015 തിരശ്ശീല ഉയർത്തുവാൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുവാൻ അദ്ദേഹം ഇതാ നമ്മുടെ പ്രധാന വേദിയിലേക്ക് ഉദ്ഘാടന വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കയർ കേരള 2015 വേണ്ടി കേരളത്തിലെ കയർ തൊഴിലാളികൾക്ക് വേണ്ടി കയർ മേഖലയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ ഇതാ നമ്മുടെ ഉദ്ഘാടന വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് വരുന്ന കയർ തൊഴിലാളികളും കയർ വ്യവസായത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തെ സ്നേഹോഷ്മളമായി വരവേറ്റുകൊണ്ട് ഇതാ പ്രധാന വേദിയിലേക്ക് അദ്ദേഹത്തെ വരവേൽക്കുന്നു. കയർ കേരള 2015 വേണ്ടി അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഹലോ. ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. ചടങ്ങിന്റെ അധ്യക്ഷൻ ആദരണീയനായ റവന്യൂ കയർ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ് അവർകളെ, സമാരാധനായ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർകളെ, വേദി അലങ്കരിക്കുന്ന അഭിമന്യരായ മറ്റ് വിശിഷ്ടാതിഥികളെ, ബഹുമാന്യ സദസ്യരെ ഏവർക്കും വിനീതമായ പ്രണാമം. ലോകോത്തര നിലവാരത്തിലുള്ള വളരെ വിപുലമായ രീതിയിൽ നടക്കുന്ന കയർ പ്രദർശനം കൊയർ കേരള 2015 ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇത് 5ാം തവണയാണ് ഈ ബൃഹത്തായ പ്രദർശനത്തിന് ആലപ്പുഴ വേദിയാകുന്നത്. Good evening, ladies and gentlemen. Welcome to the formal inaugural ceremony of Choir Kerala 2015, organized by Department of Choir Development, Government of Kerala in association with Ministry of Industry and Commerce, Government of India. കയർ കേരളയ്ക്കായി പ്രശസ്ത ഗാനരചയിതാക്കൾ എഴുതിയ സുവർണനാര്യൻ മധുരഗീതങ്ങൾ എന്ന CD തയ്യാറാക്കിയ സംഗീതജ്ഞരിൽ 2 പേരായ പ്രശസ്തരായ ശ്രീ കാവാലം സതീഷ് കുമാറും ശ്രീ ജോയി സാക്സും പൂർണ്ണത്രയീശം എന്ന പ്രാർത്ഥനാ ഗാനം ശ്രീ കാവാലം സതീഷ് കുമാറും ശ്രീ ജോയി സാക്സും ചേർന്ന് ആലപിക്കുന്നു. ഇവരുടെ ഈ ആലാപനത്തോടുകൂടി 5 നാൾ നീണ്ടു നിൽക്കുന്ന
കിഴക്കിന്റെ വെനീസിന്റെ മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥന ശ്രീ കാവാലം സതീഷ് കുമാറും ശ്രീ ജോയ് സാക്സണും. Ladies and gentlemen, I request all of you to kindly rise for a while for the prayer. പൂർണ്ണത്രയീശം ആശ്രയേ അക്ഷയഭക്തി സംസിദ്ധയേ പൂർണ്ണബ്രഹ്മ രൂപിണം പരിപൂർണദയാലസ പൂർണിതലോചനം പാർത്ഥമഹാഭക്ത പാലിതമച്യുതം തീർത്ഥപദം മഹേ രാസവിധായകം വൈകുണ്ഠാധിപം വിഭുതഗണാർച്ചിതം ശ്രീലളിതാംബിക സോദരം പരം പൂർണ്ണത്രയീശം ആശ്രയേ അക്ഷയഭക്തി സംസിദ്ധയേ. താങ്ക് യു. സ്വാഗതം ആശംസിക്കുന്നതിനായി കയർ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ മദനൻ അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ആദരണീയനായ റവന്യൂ കയർ മന്ത്രി ശ്രീ അടൂർ പ്രകാശ് സാർ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ, വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യനായ MP KC വേണുഗോപാൽ അവർകൾ, ബഹുമാന്യനായ MLA ശ്രീ സുധാകരൻ സാർ, ശ്രീ വിഷ്ണുനാഥ് സാർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ, സഹകാരികളെ, എക്സ്പോർട്ടർമാർ, ഫോറിൻ ഡെലിഗേറ്റ്സ്, മറ്റു ജനപ്രതിനിധികൾ, ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, കയർ കേരളയുടെ 5ാമത് എഡിഷനാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കയർ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാം, 2011 ആണ് കയർ കേരളയ്ക്ക് നമ്മൾ തുടക്കമിട്ടത്. അന്ന് വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ G. സുധാകരൻ സാറിന്റെ പ്രത്യേക താൽപര്യം എടുത്ത് നമ്മൾ ആരംഭിച്ച കയർ കേരള, പിന്നീട് അധികാരത്തിൽ വന്ന ശ്രീ അടൂർ പ്രകാശ് സാറും വളരെ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് 2015 5ാമത്തെ എഡിഷനിലേക്ക് കടക്കുകയാണ്. ഈ സംരംഭത്തിന് ഈ മേഖലയിൽ ഉള്ള ആൾക്കാർ കൂടാതെ നല്ലവരായ ജനങ്ങളും രാഷ്ട്രീയ പ്രമുഖരും ട്രേഡ് യൂണിയൻ പ്രതിനിധികളും എല്ലാം വളരെ സഹകരണമാണ് ഈ മേഖലയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2011 ആരംഭിച്ച ഈ മേളയിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് അപ്പുറത്തെ ആ നാഷണൽ ഇന്റർനാഷണൽ സ്റ്റാളുകൾ കണ്ടാൽ തന്നെ അറിയാവുന്നതാണ്. ഏകദേശം 175ഓളം സ്റ്റാളുകൾ ഇന്ന് ആ ഡൊമസ്റ്റിക് സ്റ്റാളിൽ തന്നെ, നാഷണൽ പവനിൽ തന്നെ ഉണ്ട്. പണ്ട് നമ്മൾ തുടങ്ങിയിരുന്ന ഒരു 100ഓളം വെച്ചായിരുന്നു. അതുപോലെ ഇന്റർനാഷണൽ സ്റ്റാളിൽ തന്നെ ഏകദേശം 135ഓളം സ്റ്റാളുകളുണ്ട്. അത് ഓരോ വർഷവും കഴിയും തോറും ഇതിന്റെ ആൾക്കാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോ യഥാർത്ഥത്തിൽ സ്റ്റാളുകൾ ആവശ്യപ്പെട്ട് വരുന്നവർക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ വന്നു. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. അതുപോലെ തന്നെ ഫോറിൻ ഡെലിഗേറ്റ്സിന്റെ കാര്യത്തിൽ പോലും നമുക്ക് പൂർണ്ണമായി അവരെ ഇപ്പോൾ വളരെ സ്ക്രീൻ ചെയ്ത് മാത്രം എടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഏകദേശം 153 രാജ്യങ്ങളിൽ നിന്ന് 175-ലേറെ ഫോറിൻ ഡെലിഗേറ്റ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്.
അത് ഇനിയും വളരെ പേര് വരാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കതെല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടാണ്. അപ്പൊ ആ രീതിയിലേക്ക് ഈ മേള വളർന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഓരോ വർഷം കഴിയുന്നതോറും ഈ മേഖലയിലുള്ള ആഭ്യന്തര വിപണനവും എക്സ്പോർട്ടുമെല്ലാം അതനുസരിച്ച് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ കയർ മേളയുടെ ഒരു വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് വിജയിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന സഹകരണവും ഒക്കെയാണ് ഇതിന്റെ ഒരു വിജയത്തിന് കാരണം. ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നമ്മുടെ റവന്യൂ കയർ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ് സാറാണ്. നിങ്ങൾക്കറിയാം, കയർ മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചുമതല ഏറ്റെടുത്തപ്പോൾ കയർ മേഖലയുമായിട്ട് പരിചയക്കുറവുണ്ടായിരുന്നതിൽ ഇപ്പോൾ കയർ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് വ്യക്തമായ ഏത് ഒരു പിരിമേഖലയായിട്ട് ഉൽപ്പന്ന മേഖലയായിട്ട് എല്ലാത്തിനും അദ്ദേഹത്തിന് അതിൻ്റെതായ കാഴ്ചപ്പാടുകളോടുകൂടി വളരെ വ്യക്തമായ പ്രോഗ്രാമുകളും പദ്ധതികളും നടപ്പിലാക്കുന്നതിൽ വളരെ താല്പര്യവും, അതുപോലെ തന്നെ ഈ കയർ കേരളയുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും അതിന്റെ പ്രോഗ്രസും കാര്യങ്ങളും വിലയിരുത്തി നിർദ്ദേശങ്ങൾ തന്ന് ഈ മേഖലയെ നല്ല രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്ന ബഹുമാന്യനായ നമ്മുടെ റവന്യൂ കയർ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ് സാറിനെ ആദരപൂർവ്വം ഈ സംഘാടക സമിതിയുടെ പേരിലും വകുപ്പിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം ഇവിടെ ഇന്റർനാഷണൽ പവലിയൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഈ യോഗവും ഇന്റർനാഷണൽ പവലിയൻ ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നത് ഒരു അഹങ്കാരമായി തോന്നും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ജനങ്ങളുടെ ഓരോ പ്രശ്നത്തിലും സജീവമായി ഇടപെട്ട് വളരെ ജനങ്ങളിലേക്ക് ഇടയിൽ ചെന്ന് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കയർ മേഖലയുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ, മീറ്റിംഗുകൾ വിളിച്ചുകൂട്ടി ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അതൊക്കെ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാം തന്നെ. ഈ ഒരു മേളയിൽ തന്നെ അദ്ദേഹം ഉദ്ഘാടനത്തെത്തിയതിന് വളരെ നമ്മൾ ധന്യരാണ്. ഈ സംഘാടക സമിതിയുടെയും കയർ വികസന വകുപ്പിന്റെയും ഇവിടെ ഇരിക്കുന്ന ഓരോ തൊഴിലാളികളുടെയും എല്ലാവരുടെയും ഒരു പ്രതിനിധിയായി അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിന് കിട്ടിയത് വളരെ ധന്യമായി കരുതുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാന്യനായ നമ്മുടെ ആലപ്പുഴയുടെ MP ശ്രീ KC വേണുഗോപാൽ അവർകളാണ്. കയർ മേഖലയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം എല്ലായ്പ്പോഴും സജീവ സാന്നിധ്യമുണ്ട്. അദ്ദേഹത്തെയും ഈ സംഘാടക സമിതിയുടെ പേരിലും കയർ വികസന വകുപ്പിന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജി സുധാകരൻ MLA അവർകൾ, അദ്ദേഹം കയർ മന്ത്രിയായിരുന്നപ്പോഴാണ് നമ്മൾ ഈ കയർ കേരള 2011 ആരംഭിച്ചത്. അദ്ദേഹം വിഭാവനം ചെയ്ത കാര്യങ്ങളിലൂടെ തന്നെ ഈ കാര്യം കയർ കേരള പുരോഗമിച്ചു പോകുന്നു എന്ന് അദ്ദേഹത്തെ അറിയിക്കുന്നതിൽ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സഹകരണവും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സംഘാടക സമിതിയുടെയും കയർ വികസന വകുപ്പിന്റെയും ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ഡോക്ടർ തോമസ് ഐസക് സാർ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശ്രീ VC വിഷ്ണുനാഥ് അവർകൾ MLA അവർകൾ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹവും നമ്മുടെ ഈ കയർ മേഖലയുടെ പ്രവർത്തനത്തിന് എല്ലാവിധ സഹകരണവും നമ്മളൊന്ന് വിളിച്ചാൽ മതി, ഏത് കാര്യത്തിനും ഓടിയെത്തി നമ്മളെ സഹായിക്കുകയാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് ഈ സംഘാടക സമിതിയുടെ പേരിലും ഈ കയർ വികസന വകുപ്പിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ ശ്രീ P തിലോത്തമൻ MLA അവരുകൾ ഇവിടെ ഉടൻ എത്തിയിട്ടില്ല, ഉടൻ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും ഞാൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ആളാണ്, അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് U പ്രതിഭാകരി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാഡത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പത്തനംതിട്ട ജില്ലയുടെ കളക്ടറായ ആലപ്പുഴ ജില്ലയുടെ ചാർജ് വഹിക്കുകയാണ് അദ്ദേഹം, ജില്ലാ കളക്ടർ ശ്രീ S ഹരികിഷോർ IAS. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പോലും ഓരോ കാര്യങ്ങളിലും അദ്ദേഹം നമ്മൾ പെട്ടെന്ന് ഇടപെട്ട് പരിഹാരം കാണാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ കയർ കേരള 2015
സംഘാടക സമിതിയുടെ വൈസ് ചെയർപേഴ്സൺ കൂടെയാണ്. മാഡം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കയർ കേരള മാത്രമല്ല, കയറുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും എപ്പോൾ വിളിച്ചാലും എത്ര തിരക്കായിരുന്നാലും ഓടിയെത്തി നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി ഭാഗഭാക്കാകാറുണ്ട്. മാഡത്തെയും, കാരണം മാഡത്തിന്റെ ഉള്ള കൌൺസിലർമാരെയും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിൽ മാഡവും വളരെ പങ്കുവഹിക്കുകയാണ്. മാഡത്തിനെ ഞാൻ ഈ യോഗത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിലും, സംഘാടക സമിതിയുടെ പേരിലും കയർ വികസന വകുപ്പിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ കയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ഉണ്ട്. എല്ലാവരും ഇതിന്റെ ഭാഗഭാക്കാണ് യഥാർത്ഥത്തിൽ. ഈ XMLA ആയ ശ്രീ A. ഷുക്കൂർ അവർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ കയർ മെഷീനറി ഫാക്ടറിയുടെ ചെയർമാനും XMLA-യുമായ ശ്രീ D. സുഗതൻ അവർ, അതോടൊപ്പം തന്നെ നമ്മുടെ XMP ശ്രീ TJ ആഞ്ചലോസ് അവർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കയർ ബോർഡിന്റെ സെക്രട്ടറി ശ്രീ കുമാർ രാജ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ ശ്രീ AK രാജൻ, കയർ കോർപ്പറേഷന്റെ ചെയർമാൻ ശ്രീ KR രാജേന്ദ്ര പ്രസാദ്, ഫോമാറ്റിംഗ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ ചെയർമാൻ ശ്രീ C. വേണുഗോപാലൻ നായർ, കയർഫെഡിന്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ KM രാജു, അവരെല്ലാം കയർ മേഖലയുമായി ഒരുപാട് സംഭാവനകൾ ചെയ്യുന്നതാണ്. അവരെല്ലാം തന്നെ ഈ ഔപചാരികമായി അവരെല്ലാം കയർ മേഖലയിലുള്ളവരാണെങ്കിലും ഔപചാരികരുടെ പേരിൽ ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് NCRMI ആണ്. NCRMI ഡയറക്ടർ ശ്രീ KR അനിൽ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ACCDS-ന്റെ പ്രസിഡന്റ് ശ്രീ KR ഭഗീരഥൻ ഉണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കയർ എക്സ്പോർട്ടേഴ്സിന്റെ പ്രതിനിധിയായി ഫിസിയായുടെ ചെയർമാൻ ശ്രീ ജോൺ ചാക്കോ അവർകളുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. കയർ ബോർഡിന്റെ ഫോർമർ മെമ്പർ ശ്രീ ബൈജു, അതോടൊപ്പം തന്നെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ അൻസാരി, അദ്ദേഹമാണ് പ്രൊസഷൻ കമ്മിറ്റിയുടെ വളരെ മനോഹരമായി നിങ്ങൾക്കറിയാം ഇതെല്ലാം സംഘടിപ്പിച്ചു. അദ്ദേഹവും കൌൺസിലർമാരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇത് നന്നായി പ്രവർത്തിപ്പിച്ചു. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മുനിസിപ്പൽ കൌൺസിലർ ശ്രീ തോമസ് ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പലത്തറ ശ്രീ B. സുലേഖ, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ NS ജോർജ്, നമ്മുടെ കൌൺസിലർ ശ്രീ സുനിൽ ജോൺ, അതോടൊപ്പം തന്നെ ശ്രീ സജി ചെറിയൻ, ശ്രീ AM നസീർ, ശ്രീ ജേക്കബ് തോമസ് അരികുപുറം, ശ്രീ നസീർ പുന്നക്കാൽ, ശ്രീ വെള്ളിയാംകുളം പരമേശ്വരൻ, ശ്രീ അനിൽ ബോസ്, ശ്രീ VC അലോഷ്യസ്, ശ്രീ പ്രസാദ് നാസർ, ശ്രീ PV സത്യനേശൻ, ശ്രീ D. നാരായണൻകുട്ടി, ശ്രീ R. പൊന്നപ്പൻ, ശ്രീ ചുങ്കം നിസാർ, ശ്രീ B. രാജശേഖരൻ നായർ, ഇവരെല്ലാം വിവിധ ട്രേഡ് യൂണിയനുകളുടെ പാർട്ടിയും പ്രതിനിധീകരിച്ച് എത്തിയിട്ടുണ്ട്. അവരെയെല്ലാം കയർ വികസന വകുപ്പിന്റെ പേരിലും ഈ സംഘാടക സമിതിയുടെ പേരിലും നമ്മൾ ഓരോരുത്തരുടെ പേരിലും ഞാനിവിടെ സ്വാഗതം അർപ്പിക്കുകയാണ്. അതോടൊപ്പം വളരെ നേരത്തെ പറയേണ്ടിയിരുന്ന ഒരു പേരാണ് ശ്രീ MK അബ്ദുൽ ഗഫൂർ ഹാജി. അദ്ദേഹം നമ്മളോടൊപ്പം നിന്ന് എപെക്സ് ബോഡി, കയറിനൊരു എപെക്സ് ബോഡി ഉണ്ട്, അതിന്റെ ചെയർമാനാണ്, വൈസ് ചെയർമാനാണ്. അതോടൊപ്പം തന്നെ ഈ കയർ കേരള 2015 സംഘാടക സമിതിയിലെ വൈസ് ചെയർമാൻ കൂടെയാണ്. അദ്ദേഹം നമ്മളോടൊപ്പം നിന്ന് ആദ്യം തുടക്കം മുതലുള്ള കയർ കേരളയിൽ വളരെ സജീവമായി അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ വളരെ ഈ മേഖല തന്നെ വിജയകരമാക്കാൻ അദ്ദേഹം സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് ഈ സംഘാടക സമിതിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് കൂടാതെ ഇവിടെ മറ്റൊരുപാട് പേര് വന്നിരിപ്പുണ്ട്. ഈ ജില്ലാ ഭരണകൂടം, അതോടൊപ്പം പോലീസ്, അഗ്നിശമന സേന, വാട്ടർ അതോറിറ്റി, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനെ നമ്മൾ എല്ലാവർക്കും അതിന്റെ പ്രതിനിധികളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അവരെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വളരെ ഒരു കമ്മ്യൂണിറ്റി, നമ്മുടെ ഈ ഒരു മേഖലയിൽ നമ്മൾ എക്സ്പോർട്ടാണ് ഏകദേശം കൂടുതലും ഉദ്ദേശിക്കുന്നത്. എക്സ്പോർട്ടർമാരുടെ പ്രതിനിധികൾ ഒരുപാട് ഇവിടെ ഇരിപ്പുണ്ട്. ഒത്തിരി ആൾക്കാർ ഡിഗ്നറ്ററീസ് ഇവിടെ ഉണ്ട്. അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഐ ഓൾസോ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വെൽക്കം so many delegates from foreign countries. I welcome them also, each and every one of them. I welcome all of them also. അതോടൊപ്പം തന്നെ കയർ മേഖലയിലെ ഒരുപാട് തൊഴിലാളികളുണ്ട്, കയർ സംഘ പ്രതിനിധികളുണ്ട്, എന്റെ കയർ പ്രോജക്റ്റിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്, ജീവനക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, പത്രപ്രതിനിധികളുണ്ട്. എല്ലാവരെയും ഓരോരുത്തരെയും ഞാൻ ഈ അവസരത്തിൽ കയർ വികസന വകുപ്പിന്റെയും കയർ തൊഴിലാളികളുടെയും അതോടൊപ്പം തന്നെ ഈ സംഘാടക സമിതിയുടെയും ഓരോരുത്തരുടെയും പേരിൽ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം
ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹോഷ്മളമായി അരുളിയ സ്വാഗതത്തിന് വളരെയധികം നന്ദി സർ. കേരളത്തിലെ കയർ മേഖലയുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് പദ്ധതികൾ വിഭാവനം ചെയ്യുകയും അവ ഇച്ഛാശക്തിയോടുകൂടി നടപ്പിൽ വരുത്തുവാൻ അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കയർ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ് അവർകളാണ് ഇന്നത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ. അദ്ദേഹത്തെ അധ്യക്ഷപ്രസംഗം നടത്തുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. പ്രസിഡൻഷ്യൽ അഡ്രസ് ബൈ ഓണറബിൾ മിനിസ്റ്റർ ഫോർ റവന്യൂ ആൻഡ് കയർ ശ്രീ അടൂർ പ്രകാശ്. ഏറ്റവും ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവറുകൾ, ബഹുമാനായ നമ്മുടെ MP ശ്രീ KC വേണുഗോപാൽ, ബഹുമാനായ MLAയും മുൻ മന്ത്രിയുമായ ശ്രീ G സുധാകരൻ, ബഹുമാനായ MLA ശ്രീ PC വിശ്വനാഥ്, പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ ഹരികിഷോർ, ബഹുമാനിയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി മേഴ്സി ഡയാന മാസിഡോ, XMLAമാരായ ശ്രീ A ഷുക്കൂർ, ശ്രീ D സുഗതൻ, ശ്രീ TJ ആഞ്ചലോസ്, ഈ വേദിയിലെ കയർ ഡയറക്ടർ ശ്രീ ഡോക്ടർ K മദനൻ, കയർ ബോർഡ് സെക്രട്ടറി കുമാരരാജ, ശ്രീ AK രാജൻ, ശ്രീ രാജേന്ദ്രപ്രസാദ്, ശ്രീ വേണുഗോപാലൻ നായർ, ശ്രീ KM രാജു, NCRMA ഡയറക്ടർ ശ്രീ KR അനിൽ, ശ്രീ KR ഭഗീരഥൻ, ശ്രീ ജോൺ ചാക്കോ, ശ്രീ ബൈജു, ശ്രീ അൻസാരി, ശ്രീ തോമസ് ജോസഫ്, ഈ വേദിയിലെ മറ്റ് ബഹുമാന്യരായ ജനപ്രതിനിധികൾ, അപ്പെക്സ് ബോഡിയുടെ വൈസ് ചെയർമാൻ ബഹുമാനായ ശ്രീ MK അബ്ദുൽ ഗഫൂർ ഹാജി, മാധ്യമ സുഹൃത്തുക്കൾ, ഏറ്റവും പ്രിയങ്കരായ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കയർ കേരള 2015 ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. 5ാമത് കയർ കേരളയാണ് ആലപ്പുഴയിൽ നമ്മൾ വേദി ഒരുക്കിയിട്ടുള്ളത്. ബഹുമാനായ ശ്രീ G സുധാകരൻ കയർ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അവസരത്തിലാണ് 2011 ഇങ്ങനെയൊരു ആശയം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ലോക വിപണിയിൽ കയറിനെയും കയർ ഉൽപ്പന്നങ്ങളെയും എത്തിക്കുക എന്ന ലക്ഷ്യബോധത്തോട് കയർ കേരളയ്ക്ക് രൂപം കൊടുത്തത്. അതിനുശേഷം UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴും ഈ കയർ കേരള നന്നായി കൊണ്ടുപോകുവാനുള്ള തീരുമാനം ഞങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കയറിന്റെയും കയർ ഉൽപ്പന്നങ്ങളെയും ലോക വിപണിയെ പരിചയപ്പെടുത്തുവാൻ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ഇവിടെ എത്തിക്കുവാൻ, അതുപോലെ തന്നെ ആഭ്യന്തര വിപണിയിൽ കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുവാൻ, ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകളെ ആലപ്പുഴയിൽ എത്തിക്കുക എന്ന ലക്ഷ്യബോധത്തോടെയാണ് കയർ കേരള ഇന്ന് നടപ്പാക്കി മുമ്പോട്ട് പോകുന്നത്. 5ാം തവണ ഇവിടെ ഈ കയർ കേരള സംഘടിപ്പിക്കുമ്പോൾ ഏറെ സന്തോഷത്തോടെയാണ് ഈ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം 53 രാജ്യങ്ങളിൽ നിന്നും ഏതാണ്ട് 170ഓളം പ്രതിനിധികൾ, വിദേശ പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ ഇന്ത്യയുടെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 300ലധികം പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇന്ന് നടന്ന ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് കേരളത്തിലെ കയർ മേഖല പരമ്പരാഗത വ്യവസായം എന്നുള്ള നിലയിൽ കേരളത്തിലെ കയർ മേഖലയ്ക്ക് കൊടുത്തിട്ടുള്ള പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ അധ്വാനിക്കുന്ന തൊഴിലാളികൾ എന്നുള്ള നിലയിൽ ഇവിടെ പാവപ്പെട്ട തൊഴിലാളികൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഈ ഒരു സന്ദർഭം ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുള്ളത് എന്ന് ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇന്ന്
ഏറെ അഭിമാനബോധത്തോടുകൂടി ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരമ്പരാഗത വ്യവസായം എന്നുള്ള നിലയിൽ കയർ മേഖലയിലെ തൊഴിലാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും അവരുടെ ദുഃഖങ്ങളും അവരുടെ വേദനകളും നേരിട്ട് അറിയുവാനുള്ള അവസരം ലഭ്യമായി എന്നുള്ളതുകൊണ്ട് പലപ്പോഴും അതിനെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുവാനും ഗവൺമെന്റ് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള അവസരം ഒരുക്കിയെടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇത്തരുണത്തിൽ ഞാൻ സ്മരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ വേതനം വാങ്ങിയെടുത്തുകൊണ്ട് പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന തൊഴിലാളികളായിരുന്നു ഈ പരമ്പരാഗത വ്യവസായമായ കയർ മേഖലയിൽ ഉണ്ടായിരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, 150 രൂപ വേതനം 2011 150 രൂപ വേതനമുണ്ടായിരുന്ന മേഖലയാണ് ഈ കയർ മേഖല എന്ന് പറയുന്നത്. ഇവിടെ പണിയെടുക്കുന്ന 3.25 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട തൊഴിലാളികൾ, അതിൽ 90% സ്ത്രീ തൊഴിലാളികളാണ് ഇതിൽ പണിയെടുക്കുന്നത്, അധ്വാനിക്കുന്നതെന്ന് നമ്മൾക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ 150 രൂപയിൽ നിന്നും ഇപ്പോൾ ഏറ്റവും അവസാനം 300 രൂപ അവർക്ക് വേതനം നൽകുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഈ ഗവൺമെന്റ് കൈക്കൊണ്ടു. അതിന്ന് നടപ്പാക്കിക്കൊണ്ടുപോകുന്നു. ഇൻകം സപ്പോർട്ട് സ്കീം നടപ്പാക്കിയതിലൂടെ തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് 110 രൂപ വീതം അടയ്ക്കുവാനുള്ള അവസരവും ഒരുക്കിയെടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എനിക്ക് ഈ തരുണത്തിൽ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് വെക്കുവാനുള്ളത്. ഇന്ന് സഹകരണ സംഘങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് ഇൻകം സപ്പോർട്ട് സ്കീം നടപ്പാക്കുന്നതോടൊപ്പം തന്നെ പ്രൈവറ്റ് മേഖലയിലും പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഇൻകം സപ്പോർട്ട് സ്കീം കൊടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറാണ്. പക്ഷേ അവർ പ്രൈവറ്റ് മേഖലയിലെ വിവിധ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുവാനോ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനോ തയ്യാറാകുന്നില്ല എന്നൊരു ദുഃഖസത്യമാണ് ഈ തരുണത്തിൽ എനിക്ക് പറയുവാനുള്ളത്. പണമില്ലാത്തതുകൊണ്ടല്ല, ഇൻകം സപ്പോർട്ട് സ്കീം നടപ്പാക്കുവാൻ, അത് പണം നൽകുവാൻ, പണം കൊടുക്കുവാൻ, അവരിൽ എത്തിച്ചു കൊടുക്കുവാൻ, അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുവാനുള്ള പണം ഗവൺമെന്റ് കൈവശമുണ്ടെങ്കിലും അത് കൊടുക്കുവാനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത്. പല അവസരങ്ങളിലും വിവിധ യൂണിയനുകളുമായി അതുപോലെ തന്നെ ചർച്ചകൾ നടത്തുമ്പോഴും ഈ മേഖലയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് പലപ്പോഴും ചർച്ചകൾ നടത്താറുണ്ട്. ആ ചർച്ചകളിലൊക്കെ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മെക്കനൈസേഷനിലേക്ക് പോകണം. ആ മെക്കനൈസേഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിച്ചു. സഹകരണ സംഘങ്ങൾക്ക് കൂടുതൽ മെഷീനറികൾ നൽകുവാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു. നമ്മുടെ കയർ മെഷീനറി ഫാക്ടറി, ശ്രീ ഡി സുഗതൻ എക്സ്-എം-എൽ-എ ചെയർമാനായിട്ടുള്ള കയർ മെഷീനറി ഫാക്ടറിയിൽ നമ്മൾ ഡീഫൈവറിംഗ് മില്ല്, NCRMയിൽ വികസിപ്പിച്ചെടുത്ത ഡീഫൈവറിംഗ് മില്ല്, ഏതാണ്ട് 125 ഡീഫൈവറിംഗ് മിൽ പുതിയതായി അവിടെ രൂപകൽപ്പന ചെയ്ത് അത് പണി പൂർത്തീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതുമാത്രമല്ല, തൊഴിലാളികളുമായി നേരിട്ട് സംവദിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ അധ്വാനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുവാനും അതുകൂടാതെ തന്നെ അവർ പണിയെടുക്കുന്ന ഇടങ്ങളിൽ നേരിട്ട് പോയി അവരുടെ അധ്വാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇലക്ട്രോണിക് റാട്ടുകൾ നൽകണം എന്നവർ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇലക്ട്രോണിക് റാട്ടുകൾ നൽകുന്നതിന് വേണ്ടി ഗവൺമെന്റ് തീരുമാനമെടുത്തു. ഏതാണ്ട് 5717 ഇലക്ട്രോണിക് റാട്ടുകൾ നമ്മുടെ കയർ മെഷീനറി ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇലക്ട്രോണിക് റാട്ടുകൾ സഹകരണ സംഘങ്ങൾക്ക് വിതരണം ചെയ്യുവാനുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് അധ്വാനശേഷി, തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അധ്വാനശേഷി കുറയ്ക്കണം, ഉൽപാദനം വർദ്ധിപ്പിക്കണം. അതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം. ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിവിടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോഴും ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി അപ്പുറത്ത് നമ്മുടെ ഒരു പുതിയ ഒരു മെഷീനറിയുടെ ഉദ്ഘാടനം അദ്ദേഹം അവിടെ നിർവഹിക്കുകയുണ്ടായി. അത് ഉദ്ഘാടനം നിറവേറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അധ്വാനശേഷി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ആ മെഷീനറിയുടെ ഒരു ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീന്റെ ഉദ്ഘാടനം അദ്ദേഹം അവിടെ നിറവേറ്റിയത്. ഉദ്ഘാടനം നിറവേറ്റി എന്ന് പറയുമ്പോൾ
അദ്ദേഹം തന്നെ അത് ഓപ്പറേറ്റ് ചെയ്ത് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും NCRMയിൽ അതിന് രൂപകൽപ്പന നടത്തിയതിനു ശേഷം നിരവധി വ്യവസായ സംരംഭകർ എന്നുള്ള നിലയിൽ അവിടെ എത്തിച്ചേർന്നുകൊണ്ട് അത് നോക്കിക്കാണുവാനും മനസ്സിലാക്കുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഈ കയർ കേരളയിലൂടെ കൂടുതൽ ആളുകളെ പരിചയപ്പെടുത്തുവാനും അത് കൂടുതൽ മെഷീനുകൾ ഉൽപ്പാദിപ്പിക്കുവാനുമുള്ള അവസരം ഒരുക്കിയെടുത്തുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റീരിയർ ഡിസൈനേഴ്സ്, അതായത് IIIDയും അതുപോലെ NCRMയും യോജിച്ചുകൊണ്ട് പുതിയ ഒരു ഉൽപ്പന്നം കയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ ഇറക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ IIIDയും NCRMയും ഒന്നിച്ച് അവർ രൂപകൽപ്പന ചെയ്ത പുതിയ അക്കോ കയർ എന്ന പേരിൽ ഇന്ന് ഇവിടെ അതിന്റെ റിലീസിംഗ് ഇവിടെ വെച്ചിരിക്കുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി അതിവിടെ വെച്ച് റിലീസ് ചെയ്തതാണ്. പരിസ്ഥിതി സൗഹൃദമായ തീ പിടിക്കാത്തതുമായ ഒരു കയർ ഉൽപ്പന്നമാണ് അക്വോ കയർ എന്ന പേരിൽ ഇന്ന് പുറത്തിറക്കുന്നത്. ശബ്ദ നിയന്ത്രണത്തിനും ഇന്റീരിയർ ഡിസൈനിങ്ങിനും ലോകത്ത് നിലവിലുള്ള ഏത് ഉൽപ്പന്നങ്ങളെക്കാളും ഗുണനിലവാരമുള്ള ഉൽപ്പന്നമാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് എന്ന് വളരെ അഭിമാനപൂർവ്വം ഈ തരുണത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരും കാലങ്ങളിൽ കൂടുതൽ ഉൽപാദനക്ഷമതയോടുകൂടി ആ ഉൽപ്പന്നം ലോകമെമ്പാടും നമുക്ക് വ്യാപിപ്പിക്കുവാൻ, ലോകമെമ്പാടും മാർക്കറ്റിംഗ് നടത്തുവാനുള്ള അവസരം, അതിന്റെ പ്രൊഡക്ഷനിലേക്ക് പോയി അത് മാർക്കറ്റിംഗ് നടത്തുവാനുള്ള അവസരം ഒരുക്കുവാൻ കഴിയും. അതിലൂടെ കൂടുതൽ നമുക്ക് തൊഴിലാളികൾക്ക് തൊഴിലവസരം വർദ്ധിപ്പിക്കുവാനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ കഴിയും. ഏറ്റവും പ്രധാനമായി ഉള്ളത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ചകിരിനാരിന്റെ അപര്യാപ്തത. അത് പരിഹരിക്കണം. ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ പലവട്ടം ആ കാര്യത്തിൽ താൽപര്യമെടുത്തുകൊണ്ട് അദ്ദേഹം തന്നെ പല യോഗങ്ങൾ വിളിച്ചുകൂട്ടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പല ചർച്ചകൾ നടന്നു. ഞാനൊരു കാര്യം പറയുന്നു, ഇന്ന് ചകിരിനാർ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാൻ സത്യത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമെന്ന് പറയുന്നത് ഏതാണ്ട് 2.25 ലക്ഷത്തോളം വരുന്ന മെട്രിക് ടൺ ചകിരിനാരാണ് കേരളത്തിന്റെ ഉൽപാദന ക്ഷമതയ്ക്ക് വേണ്ടി ആവശ്യമായി വരുന്നത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് 25,000 ടൺ മാത്രമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ കണക്കുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് 40,000 ടണ്ണിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുവാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു. കാരണം കയർ ഫെഡിന്റെ 4 യൂണിറ്റുകൾ, അത് അടച്ചുപൂട്ടിയിട്ടിരുന്ന 4 യൂണിറ്റുകൾ തുറന്നു പ്രവർത്തിക്കുവാനുള്ള നിർദ്ദേശം കൊടുത്തു. അങ്ങനെ തുറന്ന് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ കൂടി കോർത്തിണക്കിയപ്പോൾ ഏതാണ്ട് 40,000-ലധികം മെട്രിക് ടൺ ചകിരിനാര് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിഞ്ഞു. ഇനിയും കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വിനീതമായ ഒരു അപേക്ഷ എനിക്ക് വെക്കുവാനുണ്ട്. ഇനിയും തൊണ്ട് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് തീരുമാനങ്ങൾ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതിന് ചില പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിനുള്ള അനുമതിയുടെ അന്തിമഘട്ടത്തിൽ ഫിനാൻസിലുണ്ട്. അത് അനുമതി ലഭിക്കുന്നതിന് വേണ്ടി ബഹുമാനായ മുഖ്യമന്ത്രി അതിൽ ഇടപെടണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. തീർച്ചയായും വരുന്ന വർഷം നമ്മൾക്ക് ഇതുപോലെ ഒത്തുചേരുമ്പോൾ കൂടുതൽ ഉൽപാദനം ചകിരിനാർ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിഞ്ഞു. അതിന്റെ ഒരു അഭിമാന ബോധത്തോടുകൂടി നമ്മൾക്ക് കാര്യങ്ങളിലേക്ക് പോകുവാനുള്ള അവസരം ഒരുക്കിയെടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഈ കയർ കേരള 2015 നമ്മൾക്ക് എന്നും ഓർമ്മിക്കുവാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റിയെടുക്കുവാനും കേരളത്തിലെ കയർ വ്യവസായ രംഗത്ത് കൂടുതൽ മേന്മയോടുകൂടി മുമ്പോട്ട് പോകുവാനുള്ള അവസരം ഒരുക്കിയെടുക്കുവാനുമുള്ള വഴികൾ ഉണ്ടാക്കിയെടുക്കുവാൻ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായങ്ങളും സഹകരണവും ഇക്കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഞാൻ എന്റെ ചെറിയ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഊർജം പകർന്ന വാക്കുകൾക്ക് വളരെയധികം നന്ദി സർ. ലോകത്തിലെ ഏറ്റവും നിലവാരമുള്ള കയർ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലെ കയർ ഉൽപ്പന്നങ്ങൾ ഇവിടുത്തെ കയർ തൊഴിലാളികളുടെ അർപ്പണ മനോഭാവത്തിന്റെയും ആത്മാർത്ഥതയുടെയുമൊക്കെ മുഖമുദ്രയാണ്.
ഇവർക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും എപ്പോഴും ബദ്ധശ്രദ്ധനായിരിക്കുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ജനസമ്പർക്ക നായകനും സർവാദരണീയനുമായ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർകൾ കൊയർ കേരള 2015ന്റെയും അന്തർദേശീയ പൌലിയന്റെയും ഔപചാരികമായ ഉദ്ഘാടനം നിലവിളക്കിൽ തിരിതെളിയിച്ചുകൊണ്ട് ഇത് നിർവഹിക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ കയർ പ്രദർശനം കൊയർ കേരള 2015ന്റെ 5 നാൾ നീണ്ടുനിൽക്കുന്ന ഈ ബൃഹത്തായ പ്രദർശനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയറുൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊയർ കേരള 2015 നടത്തുന്നത്. വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർകൾ കൊയർ കേരള 2015 ഉദ്ഘാടനം ചെയ്യുന്നു. The formal inauguration of Choir Kerala 2015 by Honorable Chief Minister of Kerala, Sri Umman Chandi, in the presence of dignitaries. ആദരണീയനായ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ റവന്യൂ കയർ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ്, ശ്രീ കെ.സി. വേണുഗോപാൽ എം പി, ശ്രീ ജി. സുധാകരൻ എം.എൽ.എ, ശ്രീ പി.സി. വിഷ്ണുനാഥ് എം.എൽ.എ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി മേഴ്സി ഡയന മസിഡോ, ജില്ലാ കളക്ടർ ശ്രീ എസ് ഹരികിഷോർ, ശ്രീ എ എസ് സുക്കൂർ എക്സ്-എം.എൽ.എ, ശ്രീ ഡി സുഗതൻ എക്സ്-എം.എൽ.എ, കയർ ഡെവലപ്മെന്റ് ഡയറക്ടർ ഡോക്ടർ കെ മദനൻ, ശ്രീ എ കെ രാജൻ, ശ്രീ കെ ആർ രാജേന്ദ്ര പ്രസാദ്, ശ്രീ സി വേണുഗോപാലൻ നായർ, മറ്റ് ജനപ്രതിനിധികളെ, ഈ കയർ കേരളയിൽ പങ്കെടുക്കുന്ന ഇന്ത്യയ്ക്ക് പുറത്തുനിന്നും ഇന്ത്യയ്ക്ക് അകത്തുനിന്നും എത്തിയിട്ടുള്ള പ്രതിനിധികളെ, കയർ തൊഴിലാളികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കയർ കേരള 2015 ഞങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇത് 5ാമത് കയർ കേരളയാണ്. കയർ കേരളയ്ക്ക് തുടക്കം കുറിച്ച ശ്രീ ജി. സുധാകരൻ ഈ സ്റ്റേജിലുണ്ട്. 2011 അദ്ദേഹം തുടങ്ങിവെച്ച ഈ സംരംഭം അതേ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ 4 വർഷങ്ങളും വിജയകരമായി ശ്രീ അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. ഞാൻ ശ്രീ സുധാകരനെയും ശ്രീ അടൂർ പ്രകാശിനെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കയർ മേഖലയ്ക്ക് ഒരു ഉണർവ് നൽകാൻ, ഒരാവേശം പകരാൻ, കയർ മേഖല നേരിടുന്ന മാർക്കറ്റിംഗ് പ്രശ്നത്തിന് വ്യക്തമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനൊക്കെ ഈ കയർ കേരള വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ 4 വർഷക്കാലം ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് എനിക്കൊരു കാര്യം പറയാൻ സാധിക്കും. ഓരോ വർഷം കഴിയും തോറും കയർ കേരളയുടെ പ്രാധാന്യം കൂടുകയാണ്, പങ്കാളിത്തം കൂടുകയാണ്.
ബിസിനസ് വർദ്ധിക്കുക. ഈ വർഷം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രാതിനിധ്യം ഉണ്ടാകാൻ പോകുകയാണ്. എല്ലാവരും ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ കൂടുതൽ പ്രാതിനിധ്യം ഈ വർഷം വിദേശ രാജ്യങ്ങളിൽ നിന്നുണ്ടാകും എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് കയർ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ പരമ്പരാഗത വ്യവസായത്തെ നമുക്ക് പരമാവധി ആധുനികവൽക്കരിച്ച് ലോകത്ത് ഏതു പ്രദേശത്തു നിന്നുമുള്ള മത്സരത്തെ നേരിടാൻ സജ്ജമാക്കണമെന്നുള്ളത് ഒരു വെല്ലുവിളി പോലെയാണ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത്. ഈ മേഖലയെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ നന്മയാണ്, തൊഴിലാളികളുടെ ക്ഷേമമാണ് ഇതിലൂടെ ഗവൺമെന്റ് മുഖ്യമായും ലക്ഷ്യമിടുന്നത്. ഏറ്റവും കുറഞ്ഞ വേതനം പറ്റുന്ന തൊഴിലാളികൾ, ഏറ്റവും പിന്നോക്ക ജീവിത സാഹചര്യങ്ങളിൽ കഴിയുന്ന തൊഴിലാളികൾ. ശ്രീ അടൂർ പ്രകാശ് ഇവിടെ പറഞ്ഞതുപോലെ ഈ മേഖലയെ പണിയെടുക്കുന്നവരിൽ മഹാഭൂരിപക്ഷം ആളുകളും സ്ത്രീ തൊഴിലാളികളാണ്. അതുകൊണ്ട് അവർക്ക് പരമാവധി മെച്ചം ഉണ്ടാക്കണം, പ്രയോജനം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പരമ്പരാഗത വ്യവസായത്തെ കൂടുതൽ സജ്ജമാക്കാൻ, ഏത് മത്സരത്തെയും നേരിടുന്നതിന് സജ്ജമാക്കാൻ അതിന് വേണ്ട ഗവൺമെന്റ് തലത്തിൽ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. ചകിരിനാരിന്റെ കുറവിനെ കുറിച്ച് ഇവിടെ മന്ത്രി പറഞ്ഞു. ശരിയാണ്, ചകിരിനാരിന്റെ ലഭ്യത കുറവ് നമുക്ക് ഈ വ്യവസായത്തിന്റെ ഭാവിയെ കുറെയൊക്കെ ബാധിക്കുന്നു. അത് ഈ വ്യവസായം നേരിടുന്ന ഒരു മുഖ്യമായ പ്രശ്നമാണ്. അതിന് ഇപ്പോൾ വകുപ്പ് മന്ത്രി ചില നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് തന്നിട്ടുണ്ട്. അത് നിശ്ചയമായും അതിനോടുള്ള പ്രതികരണം പോസിറ്റീവായിട്ടായിരിക്കും. കാരണം ചകിരിനാര് കിട്ടാതെ ഈ വ്യവസായം ഒട്ടും ഒരിഞ്ച് പോലും മുമ്പോട്ട് പോകത്തില്ല. അപ്പൊ അതിന് പറ്റിയ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് മന്ത്രിയുടെ ഭാഗത്തുനിന്ന്, ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഏത് പ്രായോഗിക നിർദ്ദേശത്തെയും പൂർണ്ണമായും അതിന് പിന്തുണ കൊടുക്കും. അതുപോലെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ധാരാളം ചെറുകിട സ്ഥാപനങ്ങളുണ്ട്. അവർ നേരിടുന്ന മറ്റൊരു പ്രശ്നം അതിന്റെ വായ്പയുടെ ലഭ്യത ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനും ഗവൺമെന്റ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ആ വായ്പ ലഭ്യമാക്കുന്ന സാഹചര്യം ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കും എന്ന് പറയാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ ദീർഘമായ മറ്റ് കാര്യങ്ങളിൽ കടക്കുന്നില്ല. ഈ കയർ കേരള വലിയ പ്രതീക്ഷയാണ് കയർ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഈ കയർ കേരളയെ സജ്ജമാക്കാൻ വരും വർഷങ്ങളിലും കൂടുതൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനോട് സഹകരിക്കാൻ കയർ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ, അവരുടെ സ്വകാര്യ ഉടമകളും എക്സ്പോർട്ടേഴ്സും പൊതുമേഖലാ സ്ഥാപനങ്ങളുമെല്ലാം ഒരുപോലെ അവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായേ ഉണ്ടാകും എന്ന് ഉറപ്പുണ്ട്. എല്ലാവരുടെയും സഹകരണം തേടി ഈ മേഖലയ്ക്ക് പരമാവധി ഊർജം പകർന്നു കൊടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അതിനുള്ള നടപടികൾ ഭാവിയിലും സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ്.
വളരെയധികം നന്ദി സർ. അങ്ങയുടെ വാക്കുകൾ എപ്പോഴും ഞങ്ങൾക്കൊരു പ്രേരണാശക്തി തന്നെയാണ്. മഹനീയ സാന്നിധ്യത്തിനും വിലപ്പെട്ട വാക്കുകൾക്കും വളരെയധികം നന്ദി പറയുന്നു. ഇനി വളരെ സുപ്രധാനമായ ഒരു ചടങ്ങിന് നമ്മുടെ ഈ വേദി സാക്ഷ്യം വഹിക്കുവാൻ പോവുകയാണ്. കയർ വികസന വകുപ്പിന് കീഴിൽ കേരളത്തിന്റെ അഭിമാനമായി നിലകൊള്ളുന്ന നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റീരിയർ ഡിസൈനേഴ്സും സംയുക്തമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള NISTയുടെയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓട്ടോമൊബൈൽ റിസർച്ചിന്റെയും സഹകരണത്തോടെ നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ള അക്വയർ എന്ന നൂതന ഉൽപ്പന്നത്തിന്റെ പ്രകാശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതി സൌഹൃദവും അഗ്നിബാധയെ പ്രതിരോധിക്കുന്നതും ശബ്ദ നിയന്ത്രണ ശേഷിയുമുള്ള ഒരു നൂതന കയർ ഉൽപ്പന്നമാണ് അക്വയർ. ഇതിന്റെ പ്രകാശനം നിർവഹിക്കുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റീരിയർ ഡിസൈനേഴ്സിലെ ശാസ്ത്രജ്ഞന്മാരുടെ സാന്നിധ്യവും ഈ ചടങ്ങിനുണ്ട്. ഇനി കൊയർ കേരള 2015 ആഭിമുഖ്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു ഉപഹാരം നൽകുന്നു. നമ്മുടെ പ്രിയങ്കരനായ കയർ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ് അവർകൾ ഈ കർമ്മം നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ അടൂർ പ്രകാശ് സർ. വളരെയധികം നന്ദി ആദരണീയനായ മുഖ്യമന്ത്രി. അടുത്തത് കയർ കേരളയ്ക്ക് തുടക്കം കുറിക്കുകയും കയർ മേഖലയ്ക്ക് പുതുജീവൻ നൽകുകയും ചെയ്ത മുൻ കയർ വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ അവർകൾ, ബഹുമാനപ്പെട്ട നിയമസഭാ സാമാജികൻ കൂടിയായ അദ്ദേഹത്തെ ഈ അവസരത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. കയർ കേരളയുടെ 5ാമത് അന്തർദേശീയ പ്രദർശനമേളയുടെ ഉദ്ഘാടന ചടങ്ങ് അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനായ റവന്യൂ കയർ വകുപ്പ് മന്ത്രിയും ഈ കയർ പ്രദർശനം ഏറ്റവും ഗംഭീരമായി നടത്തുന്ന നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ശ്രീ അടൂർ പ്രകാശ് അവർകൾ, സ്വാഗതം പറഞ്ഞ ഡയറക്ടർ ശ്രീ മദനൻ, 15ാമത് കയർ കേരളയും ഇന്റർനാഷണൽ പവലിയൻ ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർകൾ, മുൻ മന്ത്രിയും ഈ ആലപ്പുഴയുടെ പ്രിയപ്പെട്ട എംപിയുമായ ശ്രീ കെ.സി. വേണുഗോപാൽ, പ്രിയപ്പെട്ട MLA ശ്രീ PC വിഷ്ണുദാസ്, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രിയപ്പെട്ട കളക്ടർ ശ്രീ ഷുക്കൂർ ex-MLA, D. സുഗതൻ ex-MLA അടക്കമുള്ള മറ്റു ഭാരവാഹികളെ, സ്നേഹമുള്ളവർ, 5ാമത് തവണയും അതിഗംഭീരമായി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കയർ ഫെസ്റ്റിവലിന് എല്ലാ പിന്തുണയും എല്ലാ ആശംസയും ആദ്യമായി നേരുകയാണ്. ദൈവത്തിന്റെ നാട്ടിലെ സുവർണ നാരിന്, ദ ഗോൾഡൻ യാൺ ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന ദേശീയ രജിസ്ട്രിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന കയറിന്റെ ഈ മഹാമേളയ്ക്ക് തടസ്സമില്ലാതെ 5ാം തവണയും കഴിഞ്ഞ 4 തവണ, 2ാം തവണ തുടങ്ങി 4 തവണയായി 5ാം തവണയും ഇവിടെ നടത്താൻ നേതൃത്വം നൽകുന്ന കയർ മന്ത്രി ശ്രീ അടൂർ പ്രകാശിനോടുള്ള നാടിന്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ
പരമ്പരാഗത വ്യവസായങ്ങളുടെ കേരളത്തെ റാണിയായിട്ടുള്ള ഈ കയറിന്റെ ഈ മഹോത്സവം ഉദ്ഘാടനം ചെയ്യാൻ തുടർച്ചയായി ഇവിടെ എത്തിയ ശ്രീ ഉമ്മൻചാണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ ഒരിക്കൽ കൂടി ഈ ചടങ്ങിന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ശ്രീ കെ സി വേണുഗോപാലാണ് ലിസ്റ്റ് പ്രസംഗിക്കേണ്ടിയിരുന്നത്. പക്ഷേ എനിക്കൊരു അത്യാവശ്യ കാര്യത്തിൽ പോകേണ്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ 2 വാക്ക് സംസാരിച്ചത്. കയറിന്റെ വളർച്ച രാജ്യാന്തരങ്ങളിലേക്ക് പണ്ട് തന്നെ പോയിട്ടുള്ളതാണ്. പക്ഷേ അതിന് മാന്ദ്യം നേരിട്ട ശേഷം ഈ നാരിന്റെയും കയർ ഉൽപ്പന്നങ്ങളുടെയും ദേശീയവും സാർവദേശീയവുമായ വിപണനവും അംഗീകാരവും തേടിയും കിഴക്കന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ ടൂറിസം സാധ്യതകൾ, അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ള പ്രധാന ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ ഇന്റർനാഷണൽ കയർ ഫെസ്റ്റ് ആരംഭിച്ചത്. ആ ഉദ്ദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന കാര്യത്തിൽ ഓരോ വർഷം കഴിയുന്നതോറും മേള പ്രയോജനപ്പെടുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനെ പിന്തുണയ്ക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കയർ കേരളത്തിന്റെ സംസ്കാരവും സാഹിത്യവും സാമ്പത്തികവും രാഷ്ട്രീയവും ഒക്കെയായിട്ട് ഇഴപിരിയാതെ ചേർന്ന് കിടക്കുന്ന മഹത്തായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് കയർ നമ്മളെ സംബന്ധിച്ച്. ആ കയറിന്റെ ഈ മഹാമേള ഈ കേരളമുള്ള കാലത്തോളം ആലപ്പുഴയിൽ തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരു കാര്യം കൂടിയേ പറയാനുള്ളൂ. ഇത് ആലപ്പുഴയിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകാൻ ആര് പറഞ്ഞാലും അത് ഇതിനെ നശിപ്പിക്കാനായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട കയർ മന്ത്രിക്ക് അറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു നിർബന്ധത്തിനും വഴങ്ങാൻ പാടില്ല. ഇതിവിടെ തന്നെയാണ് വേണ്ടത്. ഇവിടെയാണ് 160 വർഷം മുമ്പ് ആദ്യത്തെ കയർ ഫാക്ടറി ലോകത്താദ്യമായി സ്ഥാപിച്ച ഡാളാസ് ബെയ്ൽസ് സാഹിബിന്റെ കയർ ഫാക്ടറി ഇവിടെയാണ്. അതിന്റെ ചരിത്രം ഇവിടെയാണ്. ആ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വളരെയധികം നന്ദി സർ. അടുത്തതായി ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു ആലപ്പുഴയുടെ വികസന നായകനും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ ശ്രീ കെ സി വേണുഗോപാൽ MPA. പ്രിയങ്കരനായ യോഗാധ്യക്ഷൻ, കേരളത്തിന്റെ റവന്യൂ കയർ വകുപ്പുകളുടെ കാര്യക്ഷമമായി മുന്നോട്ട് നയിക്കുന്ന മന്ത്രി ശ്രീ അടൂർ പ്രകാശ്, ഈ മേള ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി, ജനങ്ങളുടെ പ്രിയ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി, പ്രിയങ്കരനായ കയർ വകുപ്പിന്റെ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ അമ്പലപ്പുഴ MLA-യുമായ ശ്രീ ജി സുധാകരൻ, പ്രിയങ്കരനായ ചെങ്ങന്നൂർ MLA ശ്രീ PC വിശ്വനാഥ്, മുൻ MLA-മാരായ ശ്രീ A. ഷുക്കൂർ, സുഗതൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കോർപ്പറേഷന്റെയും കയർ അനുബന്ധ സംഘടനകളുടെയും അധികാരികൾ, മേലധികാരികൾ, മറ്റു ബഹുമാന്യരായിട്ടുള്ള എക്സ്പേർട്ടേഴ്സ്, പ്രതിനിധികൾ, സഹോദരീ സഹോദരന്മാരെ, ഇതൊരു പ്രസംഗത്തിന്റെ ഒട്ടും യോജിക്കുന്ന സമയമല്ലെന്ന് എനിക്കറിയാം. ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇവിടെ 5ാമത് കയർമേള ഇപ്രാവശ്യം കൂടി കയറുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടി തന്നെ ഇവിടെ മുഖ്യമന്ത്രിയും റവന്യൂ കയർ വകുപ്പുകളുടെ ചുമതല മന്ത്രിയും സൂചിപ്പിക്കുകയുണ്ടായി, എക്സ്പോർട്ട് രംഗത്തേക്ക് കുതിച്ചുചാട്ടം നടത്താൻ ഇത് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് മേളയുടെ തലം വർദ്ധിച്ചു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഞാനും ശരിവെക്കുകയാണ്. കാരണം ഇവിടെ സുധാകരൻ സൂചിപ്പിച്ചതുപോലെ വിനോദസഞ്ചാരികളെ കൂടി ആലപ്പുഴയിലേക്ക് ആകർഷിക്കത്തക്കവണ്ണമുള്ള വിദേശ രാജ്യങ്ങളിലെ ഒട്ടേറെ പ്രതിനിധികൾ ഈ നാടിനെ കാണാനും ഈ കയർ എന്ന് പറയുന്ന മാസ്മരികമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഉൽപ്പന്നത്തെ സെല്ല് ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരു മേളയാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയുക എന്നുള്ളതിലാണ് ചാരിതാർത്ഥ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേളയുടെ വിജയം ആ കയറിന്റെ പൊതുവായ വിജയത്തിന് ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് കഴിഞ്ഞ 4 വർഷക്കാലം ഇത് ഭംഗിയായി സംഘടിപ്പിക്കുന്ന, ഏറ്റവും ചിട്ടയോടെ അച്ചടക്കത്തോടെ നന്നായി വളരെ എക്സ്പോഷറോടെ സംഘടിപ്പിക്കുന്ന റവന്യൂ കയർ വകുപ്പ് മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു. തുടങ്ങിവെച്ച ശ്രീ സുധാകരനെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഇവിടെ നടത്തിയ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പദ്ധതി, അത് വളരെ വളരെ താല്പര്യമായിട്ട് എനിക്ക് തോന്നി. ഈ രംഗത്തുള്ള വിനോദസഞ്ചാര മേഖലയിലെ പ്രോഡക്റ്റുകളിലേക്ക് കയറിന്റെ സാധ്യതകളെ കൊണ്ടുപോകുക. മുൻകാലഘട്ടങ്ങളിൽ നമ്മൾ അതിർത്തികളിൽ, ഇന്ത്യൻ അതിർത്തികളിൽ കാത്തുസൂക്ഷിക്കാൻ കയർ നമ്മൾ കൊണ്ടുപോയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ അത് ഡിഫൻസ് സെക്ടർ നിർത്തിവെച്ചിരിക്കുകയാണ് കാര്യമായിട്ട്. ഇതിന് മറ്റൊരു സാധ്യതകളെ, കയറിന്റെ കൂടുതൽ സാധ്യതകൾ തേടിക്കൊണ്ട് മാത്രമേ ഈ രംഗത്തേക്ക് നമുക്ക് നിൽക്കാൻ പറ്റൂ. വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ കൂടുതൽ വരണം. ഇതിന് കൂടുതൽ പ്രോഡക്റ്റുകളുടെ കൂടുതൽ സാധ്യതകൾ വർദ്ധിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഈ രംഗത്തേക്ക് കൂടുതൽ കുതിച്ചുചാട്ടം നടത്താൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് വിനോദസഞ്ചാര മേഖലയിലേക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റുകളുടെ
കയർ ഉൽപ്പന്നങ്ങൾ വലിയ വലിയ കൺവെൻഷൻ സെന്ററുകള്, ഓഡിറ്റോറിയങ്ങള്, അത്തരം സംരംഭങ്ങളിലേക്ക് കയറിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ഒരു സയന്റിഫിക് ഇൻവെൻഷനാണ് ഇതിപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് വളരെ പ്രതീക്ഷയോടുകൂടി നമുക്ക് നോക്കിക്കാണാവുന്ന ഒന്നാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുണ്ടാക്കിയെടുക്കണം. എക്സ്പോർട്ട് വർദ്ധിക്കുന്നുണ്ട്. കയർ മേഖലയിലെ ഒരുപാട് കാര്യങ്ങൾ അടൂർ പ്രകാശ് മന്ത്രിയായതിനു ശേഷം ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു, കൂലി 300 വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കാൻ ഈ ഗവൺമെന്റ് സാധിച്ചിട്ടുണ്ട്. വളരെ പരിണതപ്രജ്ഞമായി സിൻസിയറിറ്റിയോടുകൂടി കയർ മേഖലയിലെ തൊഴിലാളികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇൻകം സപ്പോർട്ട് സ്കീമായാലും മറ്റ് പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള സ്കീമുകളായാലും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഗവൺമെന്റ് ഒരു കാലഘട്ടത്തിലും ചെയ്യാതെ നടത്തിയിട്ടും ഇപ്പോഴും കയർ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പൂർണ്ണമായി കണ്ടു എന്ന് ചോദിച്ചാൽ കണ്ടു എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും യഥാർത്ഥ കയർ തൊഴിലാളിയുടെ മുഖത്ത് പൂർണ്ണ സന്തോഷമില്ല എന്നുള്ള കാര്യം വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് നമ്മൾ ഗവൺമെന്റിന് മാത്രം കുറ്റമല്ല. എന്താണ് ഈ സെക്ടറിൽ വേണ്ടത്, എന്താണ് ഈ സെക്ടറിന് ആവശ്യമായിട്ടുള്ളത്, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടും ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടും കയർ തൊഴിലാളികൾക്ക് പൂർണ്ണ സന്തോഷമുണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തുകൊണ്ടുവന്നിട്ടും എന്താ കാര്യം? അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാൻ ഇതിന്റെ പിന്നിലുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, ഗവൺമെന്റ് മാത്രമല്ല, ചെറുകിടക്കാർ മാത്രമല്ല, എക്സ്പോർട്ടേഴ്സ് മാത്രമല്ല, തൊഴിലാളികൾ മാത്രമല്ല, ഈ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളെയും കൂട്ടായി ആലോചിച്ച് എന്തെങ്കിലും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. രാഷ്ട്രീയ വ്യത്യാസം തന്നെ, അത് LDF ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും കയർ മേഖലയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണ തോതിൽ തൊഴിലാളിക്ക് കിട്ടത്തക്കവണ്ണമുള്ള നടപടി ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഈ മേഖലയിലെ പ്രതിസന്ധിക്ക് കുറച്ചൊരു പരിഹാരം ഉണ്ടാക്കുന്നു എന്നല്ലാതെ പ്രതിസന്ധി പൂർണ്ണമായും മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അത് കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം നമുക്ക് ഭാവി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്ന ശ്രീ പ്രകാശിനെ അത് ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഈ ടേമിൽ തന്നെ അത്തരം കാര്യങ്ങൾക്ക് ഒരു കൂടുതൽ ഇന്നോവേറ്റീവായ അതിൽ ഒരുപാട് ഇന്റർവെൻഷൻസ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത്തരം പുതിയ പുതിയ ഇന്റർവെൻഷൻസിലൂടെ ഈ മേഖലയ്ക്ക് ആശ്വാസമായ നടപടി ഉണ്ടാകും. അതുപോലെ കേരള ഗവൺമെന്റ് മാത്രമല്ല, കയർ ബോർഡും ഇക്കാര്യത്തിൽ കുറെ കൂടി ഉണർന്ന് ചിന്തിക്കണം. കയർ ബോർഡിന്റെ പ്രവർത്തനങ്ങളും പലപ്പോഴും സാധാരണക്കാരായ തൊഴിലാളികളുടെ താൽപര്യങ്ങൾക്ക് ഗുണകരമാകുന്നില്ല എന്നുള്ള ആക്ഷേപം വരക്കെയുള്ളതാണ്. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സും കൂടിയിരുന്നുകൊണ്ട് ഈ രംഗത്ത് മാറ്റമുണ്ടാക്കാൻ പരിശ്രമിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. വളരെയധികം നന്ദി സർ. കേരളത്തിലെ യുവജനങ്ങളുടെ നേതാവും കരുത്തുറ്റ നിയമസഭാ സാമാജികനുമായ ശ്രീ PC വിഷ്ണുദാസ് അവർകളാണ് അടുത്തതായി മുഖ്യപ്രഭാഷണം നടത്തുവാനായി വേദിയിലെത്തുന്നത്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ, കയർ കേരളയ്ക്കും കേരളത്തിലെ കയർ മേഖലയ്ക്കും ഊർജ്ജസ്വലമായി നേതൃത്വം നൽകുന്ന സംസ്ഥാന റവന്യൂ കയർ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ്, ഈ വർഷവും കയർ കേരള ആലപ്പുഴയിൽ വന്ന് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർകൾ, പ്രിയപ്പെട്ട നമ്മുടെ MP മുൻ കേന്ദ്രമന്ത്രി ശ്രീ KC വേണുഗോപാൽ, ആദരണീയനായ മുൻ മന്ത്രി കയർ വകുപ്പിന്റെ കൂടി മന്ത്രിയായ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ G സുധാകരൻ, പ്രിയപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ടീച്ചർ, മുൻ MLAമാരായ A ഷുക്കൂർ, ശ്രീ D സുഗതൻ, സ്വാഗതം ആശംസിച്ച മദനൻ അടക്കമുള്ള വേദിയിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, കയർ മേഖലയിലെ ബന്ധപ്പെട്ട ഏജൻസികളുടെ ചുമതലക്കാർ, സംഘാടകർ, മാധ്യമ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവരെ, ഞാനും ദീർഘമായ ഒരു ആശംസാ പ്രസംഗത്തിന് ഈ അവസരം ഉപയോഗിക്കുന്നില്ല. ആലപ്പുഴയുടെ 2 കാര്യങ്ങൾ ഇന്ന് ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഒന്ന് ആലപ്പുഴയുടെ കായൽ സൗന്ദര്യവും ആലപ്പുഴയുടെ കയറും. കയറും കായലും ഇന്ന് ആലപ്പുഴയുടെ കയറും കായലും കേരളത്തിന്റെ ടൂറിസത്തിന് കൂടി ഉപകരിക്കുന്ന തരത്തിലേക്ക് ബ്രാൻഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കയർ കേരള നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഞാൻ ബഹുമാന്യനായ മന്ത്രി ശ്രീ അടൂർ പ്രകാശിനെയും അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു ടീമായി പ്രവർത്തിക്കുന്ന ഇതിന്റെ എല്ലാ സംഘാടകരെയും അഭിനന്ദിക്കുകയാണ്. കാരണം തികച്ചും പ്രൊഫഷണലായിട്ടാണ് വിദേശികളെ കൂടി ആകർഷിക്കുന്ന തരത്തിൽ നമ്മുടെ കയർ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ മേള കയർ കേരള എല്ലാ വർഷവും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടൂറിസത്തിനിപ്പോ ഇന്ത്യയിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ കേരളത്തിന്റെ കായലുകളെ പ്രശംസിച്ചപ്പോൾ, അതിന്റെ മനോഹാരിതയെ വാഴ്ത്തിയപ്പോൾ അതിൽ ആലപ്പുഴയാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ 2 സൗഭാഗ്യങ്ങളെ കേരളത്തിന്റെ നേട്ടങ്ങളാക്കി മാറ്റുവാനുള്ള
പ്രൊഫഷണലായ സമീപനം നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം സാധാരണക്കാരായ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും ആശ്വാസകരമായ നിരവധി നടപടികൾ ബഹുമാന്യനായ മന്ത്രി ശ്രീ അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ കയർ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഈ ജില്ലയിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പിന്തുണയും എല്ലാവിധമായ സാന്നിധ്യവും സഹായവും അറിയിച്ചുകൊണ്ട് ഈ വളരെ മികവുറ്റ രീതിയിൽ സംഘടിപ്പിച്ച ഈ കയർ കേരള 2015 എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി സർ. പത്തനംതിട്ട ജില്ലാ കളക്ടറും ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടെ ചുമതല വഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശ്രീ എസ് ഹരികിഷോർ IAS അവരുടെ ആശംസകൾ അർപ്പിക്കുവാനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ റവന്യൂ കയർ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് അവർ, വേദിയിലുള്ള MP, MLA മാർ, ജനപ്രതിനിധികളെ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, കയർ മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവ് നൽകാനോ കയർ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് പുതിയ പുതിയ പരിഹാരമാർഗങ്ങൾ കണ്ടെത്താനോ അന്താരാഷ്ട്ര തലത്തിൽ കയറിന് പുതിയ വിപണി കണ്ടെത്താനോ ആധുനിക സാങ്കേതിക വിദ്യയോടുകൂടി ചേർത്തിണക്കിക്കൊണ്ട് കയർ മേഖലയെ പുതിയ ഉയരങ്ങളിലേക്ക് പിടിച്ചുയർത്താനും വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ള ഈ കയർ കേരളയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വളരെയധികം നന്ദി സർ. കയർ കേരള 2015 സംഘാടക സമിതിയുടെ വൈസ് ചെയർപേഴ്സണും ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സണുമായ ബഹുമാനപ്പെട്ട ശ്രീമതി മേഴ്സി ഡയാന മാസിഡോ മാഡത്തെ ഈ അവസരത്തിൽ ആശംസകൾ അർപ്പിക്കുവാനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കയർ കേരളയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉദ്ഘാടന സമ്മേളനത്തിലെ അധ്യക്ഷ പദവും അലങ്കരിക്കുന്ന നമ്മുടെ കയർ മിനിസ്റ്റർ, റവന്യൂ മിനിസ്റ്റർ ശ്രീ അടൂർ പ്രകാശ്, ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ ആശംസകൾ അർപ്പിച്ച MP KC വേണുഗോപാൽ അവർ, MLA G സുധാകരൻ, വിഷ്ണുനാഥ്, ex-MLA മാരായിട്ടുള്ള D സുഗതൻ, ഷുക്കൂർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് കയർ ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കയർ മേഖലയിലെ എക്സ്പോർട്ടർമാരും നമ്മൾക്കിവിടെ വന്നു ചേർന്നിട്ടുള്ള വിദേശികളുമായിട്ടുള്ള സഹോദരീ സഹോദരങ്ങളെ, 2011 ആരംഭിച്ച ഈ കയർമേള ഓരോ ദിവസവും പിന്നിടുമ്പോഴും ഓരോ വർഷവും പിന്നിടുമ്പോഴും വളരെയേറെ ഭംഗിയായിട്ട് നല്ല തരത്തിൽ അഭിവൃദ്ധിയോടുകൂടി നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നു. കയർ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുൻ കയർ മന്ത്രി തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ അതിനേക്കാളും കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ മന്ത്രിയും കൊണ്ടുപോകുന്നത്. എങ്കിൽ തന്നെയും നമ്മളുടെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീ സമൂഹത്തെ കണ്ടപ്പോഴേ ഞാൻ മിനിസ്റ്ററോട് പറയുകയുണ്ടായി, ചിലർക്കെല്ലാം വളരെയേറെ വലിയ ഒരു മനപ്രയാസത്തോടുകൂടിയാണ് ഈ ജാഥയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ വരുന്നവർക്ക് നല്ല സ്മാർട്ടാണ്. പക്ഷെ ഇന്നത്തെ വിലവർധനവും അതോടൊപ്പമുള്ള സാഹചര്യത്തിൽ ജീവിച്ചു പോകാൻ തക്ക വരുമാനം അവർക്കുണ്ടാവുന്നില്ല എന്നുള്ളത് സത്യമാണ്. അവരെ അതിൽ തന്നെ നിർത്തിക്കൊണ്ട് നമ്മുടെ പരമ്പരാഗത തൊഴിൽ മേഖലയായ ഈ കയർ വ്യവസായത്തെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനും ആലപ്പുഴയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ജാഗ്രത കാണിക്കുന്നുണ്ട്. എങ്കിൽ കുറെ കൂടി അവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ധാരാളം വിദേശികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ എക്സ്പോർട്ടേഴ്സിന് വളരെയേറെ പ്രയോജനം ലഭിക്കുന്നുണ്ട്, ലാഭമുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ തൊഴിലാളികളുടെ കരങ്ങളിലും എത്തിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ആലപ്പുഴ നഗരത്തിൽ വെച്ച് നടത്തുന്നതുകൊണ്ട് ഞങ്ങളുടെ ഈ EMS സ്റ്റേഡിയം വിദേശികൾക്ക് വളരെ പരിചയസമ്പന്നമായ ഒരു പേരായി മാറിയിരിക്കുന്നു. അതും ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്നതാണ്. ഓരോ വർഷം തോറുന്നോളം വിദേശികളുടെ എണ്ണം കൂടിക്കൂടി വരിക. നമ്മളുടെ ഇപ്പോഴത്തെ ഉൽപാദനം നമുക്കറിയാം, നല്ല അതിമനോഹരമായ രീതിയിൽ
ഡിസൈൻ ചെയ്ത സാധനങ്ങളാണെന്ന് ഇവിടെ എക്സിബിഷന് വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ അത് കയറുകൊണ്ട് തന്നെയാണോ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നും. അപ്പം ഇത്ര വിദഗ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിനുള്ള ഈ സംരംഭത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. വളരെയധികം നന്ദി മാഡം. കൊയർ കേരള 2015 പ്രാരംഭ ദശ മുതൽ ഓരോ ഘട്ടത്തിലും ഞങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും സഹകരണവും നൽകിക്കൊണ്ട് ഞങ്ങളോട് ഒപ്പം നിൽക്കുന്ന മുൻ നിയമസഭാ സാമാജികൻ കൂടിയായ ബഹുമാനപ്പെട്ട ശ്രീ എ ഷുക്കൂർ അവർകളാണ് അടുത്തതായി ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുവാനായി എത്തുന്നത്. ബഹുമാന്യനായ അധ്യക്ഷൻ, കേരളത്തിന്റെ കരുത്തനായ കയർ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ് അവർകൾ, ശ്രീ PC വിശ്വനാഥ് MLA, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുൻ MLA അഡ്വക്കേറ്റ് D സുഗതൻ, കയർ കോർപ്പറേഷന്റെ, കയർ ഫെഡിന്റെ, അപ്പെക്സ് ബോഡിയുടെ, കയർത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻമാർ, സ്നേഹസമ്പന്നരായ ജനപ്രതിനിധികളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏറെ അഭിമാനത്തോടുകൂടിയാണ് ആലപ്പുഴയിൽ 2015 കയർ കേരള വീണ്ടും നടക്കുന്നത്. നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒട്ടേറെ സാഹചര്യങ്ങളെ സൃഷ്ടിക്കാൻ സംസ്ഥാന ഗവൺമെന്റിൽ കയർ വകുപ്പിലൂടെ കയർ മേഖലയ്ക്ക് അത്തരത്തിലുള്ള ഒരു പ്രവർത്തന പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് പിന്നിട്ടത്. വീണ്ടും കൂടുതൽ നേടിയെടുക്കാനുണ്ട്. ഇവിടെ ബഹുമാന്യരായ മുഖ്യമന്ത്രി അടക്കം നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗത വ്യവസായ രംഗത്ത് കയറിന്റെ ഗൌരവം ഉൾക്കൊണ്ടുകൊണ്ട് ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ, കയർ കൊണ്ട് ഉപജീവനം നടത്തുന്ന നിരവധി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ബഹുമാന്യനായ കയർ വകുപ്പ് മന്ത്രിക്ക് കയർ കേരളയിലൂടെയും മറ്റു ക്ഷേമ പദ്ധതികളിലൂടെയും മറ്റ് ആനുകൂല്യങ്ങളിലൂടെയും സമയബന്ധിതമായി കൂലി വർധനവ് കൊടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ചില പ്രയാസങ്ങൾ അടുത്ത കാലത്തുണ്ടാക്കിയിട്ടുള്ളത് ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, കയർ റിമോട്ട് സ്കീം എന്ന് പറഞ്ഞ കയർ ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്രട്ടറിയും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ആ സ്കീമിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കുന്ന പോരായ്മകൾ കൂടുതൽ കയർ മേഖലയെ അസ്വസ്ഥമാക്കിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് എക്സ്പോർട്ട് കൂടി, കയറ്റുമതിയിലൂടെ കോടികളുടെ ഗുണമുണ്ടായി. എന്നാൽ അതിന്റെ അടിസ്ഥാനപരമായ കയർ മേഖലയിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നതിന്റെ ഒരു തടസ്സം ഈ പദ്ധതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നമാണ്. കാരണം വായ്പാ കുടിശ്ശിക ഏറി ആ കയർ മേഖലയെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കയർ വകുപ്പ് മന്ത്രിയും ഈ കാര്യത്തിൽ ഒന്ന് ഊന്നൽ കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ കയർ ചെറുകിട വ്യവസായികളെയും തൊഴിലാളികളെയും ബാധിക്കുന്ന ഒരു ഗൌരവമുള്ള വിഷയമായി ഇത്തവണ അതിനു കൂടി വളരെ ഗൌരവത്തിൽ ഊന്നൽ കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ ഇനി അവസരം ഉപയോഗിക്കുകയാണ്. 2015 പിന്നിട്ടാൽ നമുക്ക് ഇനിയും നേടാനുണ്ട്. ഏതായാലും നമ്മുടെ എല്ലാം സങ്കല്പം സമയോചിതമായി നമ്മൾ മെക്കനൈസേഷനിലേക്ക് പോകാതിരുന്നതിന്റെ പ്രയാസം ഈ കയർ വ്യവസായം ഇന്നും അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം കയർ യന്ത്ര ഫാക്ടറിയിലെ പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ നീക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനും ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കും ബഹുമാന്യനായ കയർ വകുപ്പ് മന്ത്രിക്കും അഭിമാനിക്കാൻ കഴിയുന്നതാണ്. കാരണം യന്ത്രവൽക്കരണം തൊഴിൽ സാധ്യതകളെ ഇല്ലാതാക്കുന്നില്ല, തൊഴിൽ സാധ്യതകളെ കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് തെളിയിക്കാൻ കഴിയുകയും അത് മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ നമുക്ക് മാതൃകയായും ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനനുസൃതമായ ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. അത് കയർ കേരള കൂടുതൽ വളരും തോറും അതിനും കൂടുതൽ ഗുണപരമായ മാറ്റമുണ്ടാകും. അതിനുമുള്ള അവസരം കൂടുതൽ സൃഷ്ടിക്കപ്പെടട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടായ ടൂറിസം മേഖലയിൽ ധന്യമായി ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് ആലപ്പുഴ, കേരളത്തിന്റെ ഭാഗമായ ഈ ആലപ്പുഴയിൽ
കയർ കേരള വീണ്ടും പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിക്കുന്ന സാഹചര്യങ്ങളെ സൃഷ്ടിക്കാൻ ഈ ഗവൺമെന്റിനും ഈ ഗവൺമെന്റിന്റെ ഭരണാധികാരികൾക്കും കൂടുതൽ കഴിയട്ടെ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വളരെയധികം നന്ദി സർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുവാൻ എത്തുന്നത് കേരള സ്റ്റേറ്റ് കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ചെയർമാനും മുൻ എംഎൽഎയുമായ ശ്രീ ഡി സുഗതൻ അവർകളാണ്. ആദരണീയനായ കയർ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ്, കയർ അപ്പസ് ബോഡി വൈസ് ചെയർമാൻ ശ്രീ അബ്ദുൽ ഗഫൂർ ഹാജി, ശ്രീ മെഹേഷ് ഷുക്കൂർ, ചെയർപേഴ്സൺ മേഴ്സി ഡയാന മാസഡോ, എ കെ രാജൻ, പത്തനംതിട്ട കളക്ടർ രാജേന്ദ്രപ്രസാദ്, കയർ ഡയറക്ടർ മദനൻ, ശ്രീ കെ എം രാജു, സഹോദരി സഹോദരന്മാരെ, ദീർഘമായി പറഞ്ഞു പോകുന്നില്ല. ആലപ്പുഴയിൽ തന്നെ കയർമേള തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം ജി സുധാകരൻ എംഎൽഎ പറയുകയുണ്ടായി, മുൻ മന്ത്രി. അദ്ദേഹമാണ് ഇത് ആരംഭിച്ചത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട്, ഈ കയർ കണ്ടുപിടിച്ചത് ആലപ്പുഴയിലാണ്. അതൊരു ശാസ്ത്രജ്ഞന്മാരാരുമല്ല കണ്ടുപിടിച്ചത്, കരപ്പുറത്തെ വീട്ടമ്മമാരാണ് കയർ കണ്ടുപിടിച്ചത്. ഇത് വലിച്ചെറിഞ്ഞു കളഞ്ഞ തോട്ടിൽ വെള്ളത്തിൽ അഴുകിക്കഴിഞ്ഞപ്പോൾ അതിലിങ്ങനെ ചകിരി ഉണ്ടാകുമെന്നും ആ ചകിരി കൈപ്പത്തിക്കുള്ളെടുത്ത് ഇങ്ങനെ തിരുമിയപ്പോൾ ഒരു ചരടുണ്ടായത് കരപ്പുറത്തമ്മമാരാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഈ ചരട് വലിയ ശക്തമായ കരുത്തുള്ള സ്വർണ്ണനാരായിരുന്നു. അത് വിദേശികൾ അറിയാനിടയായത് 11ാം നൂറ്റാണ്ടിൽ ഇവിടെ വന്ന വെനീഷ്യൻ സഞ്ചാരി മാർക്കോ പോളോ ലോകത്തെ അറിയിച്ചു. അത് അറബികളും റോമാക്കാരും കപ്പലുണ്ടാക്കാൻ വേണ്ടി, കപ്പൽ പായ കെട്ടാൻ, കപ്പലിന്റെ പലകൾ ചേർക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചു. അറബികളാണ് ഇതിനെ കയർ എന്ന് വിളിച്ചത്. കയറെന്ന് വിളിച്ചത് അവരാണ്. അത് എന്ത് ഭാഷയാണെന്ന് എനിക്ക് തോന്നുന്നത് അറബി ആയിരിക്കണം. കയർ എന്ന് ഈ ചകിരിയുടെ ചരടിനെ വിളിച്ചത് അറബികളാണ്. അത് കരപ്പുറത്ത് അമ്മമാരാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, കരപ്പുറത്തെ അമ്മമാർ കണ്ടുപിടിച്ച ഈ കയർ ആലപ്പുഴയായതുകൊണ്ട് തന്നെ നമ്മൾ ആലപ്പുഴയായിട്ട് ബന്ധമാണ്. അതുകൊണ്ട് മന്ത്രിയോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ആലപ്പുഴയിൽ നിന്ന് മാറുകയില്ല എന്നൊക്കെ വെറും പ്രചരണമായിരുന്നു, നിങ്ങൾ മാറാനൊന്നും പോകുന്നൊന്നുമില്ല. അപ്പൊ ആലപ്പുഴയിൽ തന്നെ വളരെ ശക്തമായി ഇത് മുന്നോട്ട് പോകുമെന്ന കാര്യം സംശയമില്ല. ഇന്ന് രാവിലെ നമ്മുടെ മുൻ കയർ വകുപ്പ് മന്ത്രി ആദരണീയയായ ഗൗരിയമ്മ എന്നെ വിളിച്ചൊന്ന് കാണണമെന്ന് പറഞ്ഞു. സുഖമില്ലായിരിക്കുകയാണ്. ഞാൻ പോയി കണ്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇവിടെ പ്രസംഗിക്കാൻ ഇടയായാലൊരു കാര്യം പറയണമെന്ന് പറഞ്ഞു. ഞാനൊന്ന് പറയുകയാണ്. ഗൗരിയമ്മ പറഞ്ഞത് ഇതാണ്: ചകിരി ക്ഷാമം ഉണ്ടല്ലോ, ചകിരിയാണല്ലോ വേണ്ടത്. ഈ ചകിരി ഉണ്ടാകണേ തേങ്ങ വേണ്ടേ, നാളികേര കൃഷി വേണ്ടേ? അപ്പൊ നാളികേര കൃഷി വികസിപ്പിക്കുന്ന കാര്യം കൂടി പറയണം. മുഖ്യമന്ത്രി പോയി കയർ വകുപ്പ് മന്ത്രിയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയുണ്ടായി. അപ്പൊ അത് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, നാളികേരം ഉണ്ടെങ്കിൽ, ഇപ്പൊ നാളികേരത്തിന് ഇപ്പൊ വിലയുണ്ട്, നാളികേരം ഉണ്ടെങ്കിലേ നമുക്ക് ചകിരി ഉണ്ടാക്കാൻ പറ്റൂ. ഇപ്പൊ നമ്മൾ ആരുമേഖലയിൽ യന്ത്രങ്ങളൊക്കെ ഇറക്കാൻ പോവുകയാണ്. അപ്പൊ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തൊണ്ടിൽ നിന്ന് ചകിരി ഉണ്ടാകണമെങ്കിൽ കൂടുതൽ തൊണ്ടുണ്ടാകണം, നാളികേരം ഉണ്ടാകണം. അക്കാര്യം കൂടി വരേണ്ടതായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം മുൻ മന്ത്രിയിൽ നിന്ന് വന്ന കാര്യം ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഘോഷയാത്ര ഉജ്ജ്വലമായിരുന്നു. എനിക്ക് തോന്നുന്നു 5 വർഷക്കാലം നടന്നതിൽ ഏറ്റവും ഉജ്ജ്വലമായ ഘോഷയാത്രയാണ് നടന്നത്. അതിൽ പങ്കെടുത്തവരെയും സംഘടിപ്പിച്ചവരെയും പ്രത്യേകം അനുമോദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. വളരെയധികം നന്ദി സർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുവാൻ എത്തുന്നത് സെക്രട്ടറി കയർ ബോർഡ് ബഹുമാനപ്പെട്ട ശ്രീ കുമാരരാജ അവർകൾ. Our respected President of the function today, Sri Adur Prakash Sir, Honorable Minister for Revenue and Kayar, and dignitaries on the dais, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മലയാളത്തിൽ സംസാരിക്കാൻ മുൻപായിട്ട് there are a lot of foreign delegates also. അവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. Respected people and the organizers, first of all, we would like to convey our hearty wishes from our Honorable Union Minister Sri Kalraj Mishra Sir and Sri Giriraj Sir from Ministry of MSME for organizing this Grand Mela Kayar Kerala 2015, which is the 5th edition, and all the success he informed to convey from the ministry to the organizers, please. Thank you, sir, and it's one of the best organized Kayar Kerala, and ever continuing for all solutions under one tree which will be provided in this Kayar Kerala, and we are always there together for supporting such events without any difference there. Apart from that, there is a Kayar board scheme. പ്രിയപ്പെട്ട ഹോണറബിൾ MLA മിസ്റ്റർ പറഞ്ഞതുപോലെ ഇതിനകത്ത് റിമോട്ട് എന്ന് പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന സ്കീം ഇപ്പോൾ കായർ ഉദ്യമി യോജന തുടങ്ങിയിട്ടുണ്ട്.
കേരള ഗവൺമെന്റോടുകൂടി സപ്പോർട്ടോടുകൂടി ഓണറബിൾ മിനിസ്റ്റർ അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ സപ്പോർട്ടോടുകൂടി ഈ സ്കീം ഇപ്പം നടപ്പിലാക്കുന്നതാണ്. 40% സബ്സിഡിയോടൊപ്പം കോമ്പൗണ്ട് ലോണായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ 25% അപ് ടു 25% വർക്കിംഗ് ക്യാപിറ്റലും കൂടി 10 ലക്ഷം രൂപ വരെ നാം അതിനകത്ത് ലോൺ നൽകുന്നതാണ് കോമ്പൗണ്ട് ലോണായിട്ട്. മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന റിമോട്ട് ബെനിഫിഷ്യറീസ് അവർക്ക് വേണ്ടിയിട്ടും കുറെ ആൾക്കാർ അതിനകത്ത് NPA ആയിട്ട് ആയിട്ടുണ്ട്. ബിക്കോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല, ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് കയർ കേരളാവിന്റെ തുടർച്ചയായിട്ട് ഒരു സൊല്യൂഷൻ കയർ ഉദ്യമി മേഖല ഇതിനകത്ത് റിമോട്ട് സ്കീം ബെനിഫിഷ്യറീസിന് മാർക്കറ്റ് സപ്പോർട്ട് അസിസ്റ്റൻസ് കയർ ബോർഡ് നൽകുന്നതാണ്. 1 ലക്ഷം രൂപ അവർക്ക് കൺസോർഷ്യം രൂപീകരിക്കാൻ വേണ്ടിയിട്ടും അവർ കൺസോർഷ്യം രൂപീകരിക്കുന്നതോടൊപ്പം ഈ ഏത് എക്സിബിഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും 5 എക്സിബിഷൻ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം 25 ഷോറൂം വരെ ഒവ്വൊരു കൺസോർഷ്യമും ഓപ്പൺ ചെയ്യാം ഓൾ ഓവർ ഇന്ത്യ. ആ 25 ഷോറൂമുക്കും 25 rupees സ്ക്വയർ ഫീറ്റ് പെർ സ്ക്വയർ ഫീറ്റ് വരെ റെന്റ് സബ്സിഡൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇപ്പൊ ആ സ്കീമിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് ഓൾഡ് ബെനിഫിഷ്യറീസിനും അപ്ലിക്കബിൾ ആണ്. അതുമാത്രമല്ല അവർക്ക് ആ കൺസോർഷ്യം നടത്താനായിട്ട് ഒരു മാനേജർ അപ്പോയിന്റ് ചെയ്യാം, സെയിൽസ്മാൻ അപ്പോയിന്റ് ചെയ്യാം. വൈ ഐ എം സെയിങ് ഓൾ ദീസ് തിങ്സ് നൗ ഇറ്റ് ഈസ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ വേർ കയർ ഫെഡറേഷൻ, കയർ കോർപ്പറേഷൻ, formatting, കയർ board together to support this kaya sector, especially the remote beneficiaries as well as the existing beneficiaries, to uplift. And let us use this Kaya Kerala as one of the best forum for the interactions and upliftment of the people. And once again, we wish all success for the Kaya Kerala, which is our function, which will bring the solution for everything for Kaya under one roof. All the best. Thank you very much. Thank you, sir, for the very informative speech. അടുത്തതായി ആശംസകൾ അർപ്പിക്കുവാൻ ക്ഷണിക്കുന്നു ശ്രീ ജോൺ ചാക്കോ അവർകൾ, ചെയർമാൻ FICEA. Respected Minister, dignitaries on the dais, for the benefit of our delegates from overseas, let me also speak in English. For sure, over the years, this fair has grown in strength. It's seen from the number of participants with the stalls and also the visiting delegates. But to our minister and to all the concerned government officials, from the exporter side, we seriously think that there is a need for all the stakeholders to sit together and discuss about how to sustain this industry in this region and in our state of Kerala, because for sure what was a total dominance of Kerala is fast disappearing. Our neighboring state has certainly gained a lot, especially with the export of pith and fiber, and I think it's high time that we sit together and talk about how we can sustain this trade here. With those wishes, I end my words. Thank you. Thank you, sir, for that good words. പ്രിയമുള്ളവരെ, നമ്മൾ സമയം വളരെയധികം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ നമ്മുടെ വേദിയിൽ അലങ്കരിക്കുന്ന അഭിവന്ദരായ എല്ലാ വിശിഷ്ടാതിഥികളെയും അവരുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ കൊയർ കേരള 2015 അർപ്പിച്ചതായി അറിയിക്കുവാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ ചടങ്ങിന് അവസാനമായി കൃതജ്ഞത അർപ്പിക്കുന്നതിനായി കൊയർ കേരള 2015 വർക്കിംഗ് ചെയർമാനും കൊയർ അപെക്സ് ബോഡിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ MK അബ്ദുൽ ഗഫൂർ ഹാജിയെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട കയർ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ്, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഈ വേദിയിലിരുന്നപ്പോൾ ഒരു ചെറിയ കുറവേ കണ്ടുള്ളൂ. എല്ലാം കൊണ്ടും കാര്യങ്ങൾ ഭംഗിയായെങ്കിലും മന്ത്രി തന്നെയാണ് അത് ചൂണ്ടിക്കാണിച്ചത്. മറ്റൊന്നുമല്ല, ഈ 5 വർഷവും കയർ കേരളയ്ക്ക് ഏറ്റവും കൂടുതൽ മന്ത്രി കഴിഞ്ഞാൽ നല്ല നേതൃത്വം കൊടുത്ത, നല്ല അഡ്വൈസർ എന്ന് ഏറ്റവും നല്ല വർക്ക് കാഴ്ചവെച്ച നമ്മുടെ കയർ സെക്രട്ടറി റാണി ജോർജിന് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നു. ഡൽഹിയിലെ ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ചാർജ് കൊടുത്തത് കൊണ്ടാണ്. അതിൽ നിന്ന് തിരിച്ചു വിളിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രിയും ഒരുപാട് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അതുകൊണ്ടാണ് റാണി ജോർജ് ഇവിടെ ഈ യോഗത്തിൽ
പങ്കെടുക്കാതിരുന്നത് എന്നുള്ള വിവരം വളരെ സങ്കടത്തോടുകൂടി അറിയിക്കുന്നു. ആ കുറവുണ്ടായിരുന്നെങ്കിലും ഫോണിൽ വിളിച്ച് കയർ ഡയറക്ടറെയും അനിലിനെയും എല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമായിരുന്നു. ആ നിർദ്ദേശമെല്ലാം പാലിച്ചുകൊണ്ടാണ് നടന്നത്. ഡി സുഗതൻ പറഞ്ഞതുപോലെ ഇത് 5 വർഷം നടന്നപ്പോൾ 5ാമത്തെ വർഷം നടന്ന റാലി ബഹുജന പങ്കാളിത്തം എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയോടുകൂടി തന്നെ കയർ വകുപ്പിന് ഏറ്റെടുക്കാവുന്നതാണ്. ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു റാലി ഈ അടുത്ത കാലത്തൊന്നും ആലപ്പുഴ നടന്നിട്ടില്ല. അതിന് നേതൃത്വം കൊടുത്ത ആലപ്പുഴ മുനിസിപ്പാലിറ്റിയെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയും അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണും മുനിസിപ്പൽ വൈസ് ചെയർമാനും മുനിസിപ്പൽ മെമ്പർമാരും അവരുടെ കീഴിലുള്ള CDSO എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അവർ വർക്ക് ചെയ്ത് കൊണ്ടുവന്ന പോലെ അവരെ കാണാൻ ഞങ്ങൾ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല എന്നൊരു ദുഃഖമുണ്ടെങ്കിലും അവർക്ക് പ്രത്യേകം ആദ്യമായി ഞാൻ അവർക്ക് നന്ദി പറയുന്നു. കൂടാതെ ഈ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ച ഓരോരുത്തരേക്കും പ്രത്യേകം നന്ദി പറയേണ്ടതാണ്. ഏറ്റവും പ്രധാനമായി നന്ദി പറയേണ്ടത് സംഘാടക സമിതിയിലെ ഈ കയർ കുടുംബത്തിലെ കാരണവരായ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അഭിവന്യനായ മന്ത്രി ശ്രീ അടൂർ പ്രകാശനാണ്. അത് നന്ദി എത്ര പറഞ്ഞാലും മതിയില്ല. അദ്ദേഹത്തിന് ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. കൂടുതൽ ഈ ഇതിൽ പങ്കെടുത്ത മുനിസിപ്പൽ ചെയർപേഴ്സൺ, ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി എന്തുമാത്രം തിരക്കുള്ള ആളാണെന്ന് നിങ്ങൾക്കറിയാം. ആ തിരക്കിനിടയിലും കയറെന്ന് കേട്ടപ്പോൾ ഓടി ഇവിടെ വന്ന് ആലപ്പുഴക്കാരെ കാണുകയും നല്ല വാക്ക് സംസാരിക്കുകയും ഇതിന് ആശംസകൾ അർപ്പിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇത് തുടങ്ങിവെച്ച തുടക്കക്കാരനായ നമ്മുടെ പ്രിയപ്പെട്ട മുൻ ഗവൺമെന്റിലെ മന്ത്രി ശ്രീ ജി സുധാകരനും MLA ശ്രീ വിശ്വനാഥനും MP ശ്രീ KC വേണുഗോപാലും അടക്കമുള്ള മുൻ MLA ശ്രീ ഷുക്കൂറും അടക്കമുള്ള എല്ലാ നേതാക്കൾക്കും കയർ കേരളയുടെ സംഘാടക കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയം തുറന്ന നന്ദി. ജയ് ഹിന്ദ്. വളരെയധികം നന്ദി സർ. 40ഓളം രാജ്യങ്ങളിൽ നിന്ന് 2000 പ്രതിനിധികൾ, ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർ, വിൽക്കുന്നവർ, വ്യവസായ വിദഗ്ധർ, വാണിജ്യ സ്ഥാപനങ്ങൾ, നയരൂപീകരണം നടത്തുന്നവർ തുടങ്ങിയവരെല്ലാം സമന്വയിക്കുന്ന കൊയർ കേരള 2015 പരസ്പരം അറിവുകൾ പങ്കുവയ്ക്കാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും നൂതന പ്രവണതകളെക്കുറിച്ചും സാങ്കേതിക വിദ്യകളെക്കുറിച്ചും വിശകലനം ചെയ്യുവാനും കയർ വ്യവസായ മേഖലയുടെ സമഗ്ര വികസനം പ്രാപ്യമാകുന്ന രീതിയിലുള്ള നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും സാധിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, കൊയർ കേരള 2015 ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വരുന്ന 5 ദിനങ്ങളിൽ കയർ മേഖലയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകളും എല്ലാ സായാഹ്നങ്ങളിലും വൈവിധ്യങ്ങളാർന്ന കലാരൂപങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള കലാസന്ധ്യകളും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച വിശിഷ്ടാതിഥികൾക്കും ബഹുമാന്യ സദസ്യർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. Ladies and gentlemen, the inaugural ceremony of Choir Kerala 2015 has come to a close. Choir Kerala 2015 is an international platform to showcase our best products to the world. It will be a forum for buyer-seller meet and national and international seminars as well. To add color and festivity to this event, we have organized